നിർമ്മാർജ്ജനമാണ് ഗവൺമെൻറ്റുകൾ ചെയ്യുക. ദരിദ്രരെ ഉയർത്തുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റുകൾ എപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് ക്രിസ്തു വചനങ്ങളുടെ പ്രസക്തി. ദരിദ്രൻ ഭാഗ്യവാനാണ്. ദരിദ്രനെ ഭാഗ്യമായിട്ട് ആരും കാണുന്നില്ല. പൊതുവെ മനുഷ്യലോകമെല്ലാം തന്നെ ദാരിദ്ര്യം മാറ്റാനുള്ള നെട്ടോട്ടത്തിലാണ്. ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ഓടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇമിഗ്രേഷൻസും കുടിയേറ്റങ്ങളും എല്ലാം തന്നെ നടക്കുക. ഒത്തിരി കുടിയേറ്റങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ കുടിയേറ്റങ്ങളെല്ലാം തന്നെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയുള്ള കുടിയേറ്റമാണ്. റാന്നിയിൽ നിന്നും പാലായിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഒത്തിരി പേര് ഒരു സമയത്ത് കുടിയേറി. അവർ പോയതെല്ലാം മലബാറിലേക്കായിരുന്നു. അവരവിടെ ചെന്ന് മണ്ണിനോട് പടവെട്ടി, അതൊക്കെ പള്ളിക്ക് സാഹിത്യ ഭാഷയൊക്കെ പറയാറുണ്ട്, മണ്ണിനോടും മലമ്പാമ്പിനോടും ഒക്കെ പടവെട്ടി അവർ മണ്ണിൽ പൊന്നു വിളയിച്ചു. അവിടെ ചെന്ന് ഒരച്ചായം പോയി 1-2 പേരെ കൊണ്ടുപോയി. പിന്നെ വന്ന സഹോദരന്മാരെ 8-10 പേരെ കൊണ്ടുപോയി. 8-10 പേരായപ്പോൾ അവരൊരു അച്ഛനെ കൂടെ കൊണ്ടുവന്നു. അവർ മണ്ണ് വെച്ചു, വീട് വെച്ചു, പള്ളി വെച്ചു, പള്ളിക്കൂടം വെച്ചു. അങ്ങനെ പലയിടത്തും കുടിയേറ്റങ്ങൾ നടന്നു. അവർക്കൊക്കെ ഒത്തിരി തോട്ടങ്ങളൊക്കെ ഉണ്ടായി. ഒറ്റ കാര്യമാണ്, ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി കുടിയേറി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ. അതിനു മുമ്പ് അർബനൈസേഷൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് നഗരവൽക്കരണം, നഗരങ്ങൾ നമ്മളെ മാടി പിടിച്ചു. നമുക്കറിയാം, സാധാരണക്കാരായ റാന്നിക്കാരെല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഗ്രാമാന്തരങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സോ ഒക്കെ പാസ്സായിട്ട് കുറേ പേരെങ്കിലുമൊക്കെ ITI പഠിച്ചു. കുറേ പേര് പതുക്കെ പോയിട്ട് ഒരു പേപ്പറൊക്കെ ആയിട്ട് പോയിട്ട് ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിച്ചു. എന്നിട്ട് നേരെ ഇവിടുന്ന് ട്രെയിൻ കയറി. കുറേ പേര് KK കയറി, 3 ദിവസം കൊണ്ട് ഡൽഹി ചെന്നു. കുറേ പേര് ജയന്തിയെ കയറി പഴയ ബോംബെയിലിറങ്ങി. ബോംബെയിലൊക്കെ പോയിട്ട് വന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ഒറ്റ പോക്കായിരുന്നു ബോംബെ. അങ്ങനെ ബോംബെ പോയി, അവിടെ പോയി പതുക്കെ ക്ലച്ച് പിടിച്ചു. പിന്നെ ചെന്നൈക്ക് പോയി. എന്തിനാ എല്ലാവരും പോയേ? മെച്ചപ്പെട്ട ഇവിടുത്തെ നഗരത്തിലെ ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മയും നഗരങ്ങളിലെ തൊഴിലവസരങ്ങളും നമ്മളെ മാടി വിളിച്ചപ്പോൾ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ആൾക്കാർ പോയി, നഗരങ്ങളിലേക്ക് പോയി. പിന്നെയാണ് ഗൾഫ് നമ്മളെ മാടി വിളിക്കാൻ തുടങ്ങി. ഗൾഫ് മാടി വിളിച്ചപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് വലിയൊരു പ്രവാഹം തന്നെ ഉണ്ടായി. ഏറെ നാളത്തെ ഗൾഫ് വാസത്തിന് ശേഷം മടങ്ങി വന്നവരൊക്കെ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. എന്നാലും അവിടെ കുറേ നാൾ ഗൾഫിൽ നിന്നു പിള്ളേരെ പഠിപ്പിച്ചു, കാര്യങ്ങൾ ചെയ്തു, കഷ്ടപ്പെട്ടു. അവർ കഷ്ടപ്പെട്ട് ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി പോയി. എന്നാലും എല്ലാവരുടെയും ദാരിദ്ര്യം മാറിയില്ല. രക്ഷപ്പെട്ടവരെക്കാട്ടിലും കൂടുതൽ ഒത്തിരി പേര് രക്ഷപ്പെടാത്തവരുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ട്. ഏറ്റവും നല്ലൊരു ക്ലാസിക് പുസ്തകമുണ്ട്, ബെന്യാമിൻ്റെ ആടുജീവിത. പ്രവാസി മലയാളികളുടെ സകല കഷ്ടപ്പാടും അന്നത്തെ ഒറിജിനലായിട്ടൊക്കെ ഇങ്ങനെ വരച്ച് കാണിച്ച ഒരു പുസ്തകം, ബെന്യാമിൻ്റെ ആടുജീവിതം. അപ്പോൾ പ്രവാസികളായ ആൾക്കാർ ഒത്തിരി പേര് പോയി. അതിനിടയ്ക്ക് അമേരിക്കയിലേക്ക് കുടിയേറ്റം നടന്നു. ഇതെല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, എങ്ങനെയെങ്കിലും എന്ത് മാറ്റണം, ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു സമയത്ത് നല്ല വിദ്യാഭ്യാസമൊക്കെ ലഭിക്കാൻ വേണ്ടി സ്വപ്നം കണ്ടതാണ് UK പോയി പഠിക്കുക. തിയോളജിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തിയോളജി പഠിച്ചാൽ BDO MTH എടുത്താൽ ഒരു ശരാശരി MTH ഒക്കെ കഴിയുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഷെഫീൽഡിലോ ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ പോയി UK പോയിട്ട് PhD എടുത്തുകൊണ്ട് വരിക. UK പോയി PhD എടുത്തുകൊണ്ട് വന്ന അധ്യാപകരെയൊക്കെ ഭയങ്കര ബഹുമാനമായിരുന്നു. കാരണം അവരുടെ ബുദ്ധി വലുതാണ്. ഓക്സ്ഫോർഡിൽ പഠിച്ചു, കേംബ്രിഡ്ജിൽ പഠിച്ചു, അങ്ങനെ വലിയ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോയി. നമുക്കറിയാം, ഏതോ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകാൻ വേണ്ടി ആഗ്രഹിച്ച നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ കൊച്ചൻ പഠിച്ചു കഴിഞ്ഞ് വലുതായപ്പോൾ UK പോയിട്ട് പഠിച്ചു. ഇംഗ്ലണ്ടിൽ തിരിച്ചു വന്നപ്പം കൊടുത്തു, അദ്ദേഹത്തെ വെറുതെ ഒരു കോളേജ് അധ്യാപകനാക്കരുത്. അന്നത്തെ നവഭാരത ശില്പിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് അവിടെ നിന്നൊരു കത്ത് കൊടുത്തു വിട്ടു, വെറും ഒരു അധ്യാപകനാക്കി ഇയാളെ ഒതുക്കരുത്, ഇതൊക്കെ ഭയങ്കര ഭാവിയുള്ളവനാണ്, രാജ്യത്തെ കെട്ടുപിടിയാൻ. അത് മറ്റാരുമല്ല, KR നാരായണനാണ്. അങ്ങനെ ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തപ്പെട്ട ബഹുമാനായ വ്യക്തി. അങ്ങനെ എത്രയോ പേര് വിദേശത്ത് പോയി ഉന്നത വിദ്യാഭ്യാസം ചെയ്തു, വലിയ ബുദ്ധി രാക്ഷസന്മാരായി. കാലം മാറിയപ്പം അതെല്ലാം മാറി. ഡിഗ്രി കഴിഞ്ഞും പ്രീ ഡിഗ്രി കഴിഞ്ഞും ഇപ്പം പിള്ളേരെല്ലാം പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസമൊന്നും അല്ല, രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയെങ്കിലും അവിടെ പോവുക, ഒരു കോഴ്സ് എടുക്കുക, 1-2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് ചെയ്യുക, പിന്നെ PR അപ്ലൈ ചെയ്യുക. അങ്ങനെ UK-യും കാനഡയും മക്കളെ മാടി വിളിക്കുന്നു. പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ +2 കഴിയുമ്പോഴേ പോകുക. നോക്കിയോ, ഉറപ്പ് കുറച്ചുകൂടെ കഴിയുമ്പോൾ 7ാം ക്ലാസ് കഴിയുന്ന കൊച്ചനെ ഇവിടെ നമ്മൾ ഫ്ലൈറ്റായി തള്ളി കിടന്നു. എവിടെ? അവിടെ എവിടെയെങ്കിലും ചേട്ടന്മാരൊക്കെ കൊണ്ടുപോകായിരിക്കും. എല്ലാവരും പോകുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയാണ്. കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിന് വേണ്ടി മനുഷ്യൻ ഓട്ടമാണ്. ഇങ്ങനെ ഓടുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തു വചനത്തിൻ്റെ പ്രസക്തി. എന്താണ്? ദരിദ്രൻ ഭാഗ്യവാനാണ്. ദരിദ്രൻ ഭാഗ്യവാനാണ്. മനസ്സിലൊക്കെ ഇങ്ങനെ മറക്കാതെ നിൽക്കുന്ന ഓരോ ഓർമ്മയുണ്ട്. ആ ഓർമ്മയെ പലപ്പോഴും ഓർക്കാറുണ്ട്. എന്നാലും രസകരമല്ലേ, ഈ
കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് വന്നു. അദ്ദേഹം ഒരു ബ്രേക്കിന് ശേഷം വന്ന, എന്നാലും രാവിലെ ബൈക്കേ വരും, ഉച്ചയ്ക്ക് കാറേ വരും. അന്ന് അവർക്ക് ഇഷ്ടം പോലെ പൈസയുള്ളൊരു ചെറുപ്പക്കാരൻ, അവർക്ക് ഭയങ്കര കാശാണ്, അന്ന് കാശാണ്, കാശിൻ്റെ മെത്തയിൽ അവർ കിടക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് വരും ഒരു വണ്ടിയെ, വൈകിട്ടൊരു വേറൊരു വണ്ടിയെ വരും. അന്ന് നമ്മളിങ്ങനെ കാലിലൊക്കെ ചെന്ന് എന്തോ ഉണ്ട് കറിയെന്ന് ചോദിക്കുമ്പോൾ ഈ കറിയുടെ കാര്യം നിങ്ങൾ ഹോട്ടൽ ചെന്ന് ചോദിച്ചാൽ അവരാദ്യം തൊട്ട് പറയുന്നത് വെജിറ്റബിൾ കറിയല്ല, മട്ടൻ, പിന്നെ ചിക്കൻ, പിന്നെ ബീഫ്, പിന്നെ ഏറ്റവും ഒടുവിൽ അവർ പറയത്തുള്ളൂ കടല, പിന്നെ വെജിറ്റബിൾ കുറുമ. കാരണം വില പറഞ്ഞത് ഒടുവില പറയുക. അപ്പം നമ്മൾ ചോദിക്കും ചാറുണ്ടോയെന്ന്. എന്തിനാണ്? പെറോട്ട മുക്കാൻ വേണ്ടി. നമ്മൾ പെറോട്ടയും 2 ചാറും മുക്കുമ്പോഴാണ് അദ്ദേഹം വരുന്നു, ബീഫ് മേടിച്ച് കൊടുക്കുന്നു, കൊക്കോ കോള മേടിക്കുന്നു, ഇങ്ങനെ പൈസ ഇട്ട് ഇങ്ങനെ കളിക്കുക. അപ്പം കണ്ടുകൊണ്ടിരുന്നൊരു സുഹൃത്ത് എന്നെ തൊണ്ടിട്ട് പറഞ്ഞ്, കണ്ടുപിടിക്കടാ, തമ്പുരാൻ അവൻ്റെ തലയെ വരച്ചത് നമ്മുടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ വരച്ചായിരുന്നെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ട് പോത്തില്ലായിരുന്നു. അപ്പം ദാരിദ്ര്യം മനുഷ്യർക്കെല്ലാം ദുഃഖമാണ്. ദരിദ്രൻ ബുദ്ധിമുട്ടുന്നവനാണ്. ദരിദ്രനോടൊരു അവജ്ഞയുണ്ട്. നമ്മളെല്ലാവരും ദേഷ്യം വരുമ്പം വിളിക്കുന്നൊരു വാക്കുണ്ട്, നീ എന്തൊരു ദരിദ്രവാസിയാണ്. പക്ഷെ ഇന്ന് വരെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ നീ എന്തൊരു സമ്പന്നവാസിയാണ്? ഇല്ല. കേട്ടുണ്ടോ? എവിടെ? ഇല്ല. പിന്നെ ഇന്ന് വരെ ആരെങ്കിലും ദേഷ്യം വരുമ്പോൾ എടാ ബംഗ്ലാവേന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ എടാ ചെറ്റേന്ന് വിളിക്കത്തില്ല. ആരെങ്കിലും ബംഗ്ലാവെന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, ബംഗ്ലാവെന്ന് വിളിക്കത്തില്ല. എടാ 2 നല്ല വീടേ പോടാ എന്ന് വിളിക്കുമോ? ഇല്ല. പിന്നെന്താ വിളിക്കുക? എടാ ചെറ്റെന്നാ വിളിക്കുക. അപ്പം ചെറ്റ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ചെറ്റപ്പുരയിൽ താമസിക്കുന്നവൻ ആരോ അവൻ ആരാ? ചെറ്റ. ദാരിദ്ര്യത്തിൽ വസിക്കുന്നവൻ ആരോ അവൻ ആര്? ദരിദ്രവാസി. അപ്പോൾ ആ വാക്കുകൾക്ക് പോലും സുഖകരമല്ലാത്ത ഒരർത്ഥം ദാരിദ്ര്യം. പക്ഷെ ക്രിസ്തു പറയുന്നു ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നത്. അപ്പോൾ ഈ ദരിദ്രം എന്നുള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ സാമ്പത്തികമാണ് പെട്ടെന്ന് മനസ്സിൽ വരും. പക്ഷേ ആ സാമ്പത്തികം മാത്രമല്ലാത്ത ഒത്തിരി മേഖലകൾ എന്നും ദാരിദ്ര്യത്തിനുണ്ട്. അത് ഞാൻ ഒത്തിരി പേരെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു മേഖലയിലുള്ള ഒത്തിരി പേരെ കാണുന്നുണ്ട്. അത് പലപ്പോഴും ചിന്തിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു മേഖലയാണ് ബൗദ്ധികമായ ദാരിദ്ര്യം, ഇൻ്റലക്ച്വൽ പോവർട്ടി, ബുദ്ധിപരമായ ദാരിദ്ര്യം. നമ്മളിന്ന് എല്ലാവരും മിടുക്കടിയ ലോകത്താണ്, എല്ലാവരും പഠിക്കുകയാണ്, എല്ലാവരും ഫുൾ A+ മേടിക്കുമ്പോൾ ഇച്ചിരി പുറകിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ട്. ഈ പുറകിൽ പോകുന്ന മക്കളുടെ കുറ്റം അല്ല അവരുടെ കുറ്റം. സത്യത്തിൽ അങ്ങനെയുള്ള മക്കളോടൊക്കെ നമ്മൾ ഇച്ചിരി രൂക്ഷമായിട്ടൊക്കെ ഇടപെടുക. പണ്ട് അങ്ങനെയുള്ള മക്കൾക്ക് എല്ലാം കൂടെ ഒരു പേരിട്ടു, ഇവൻ ആളും മൊണ്ണയാണ്. ഇന്ന് പക്ഷേ അങ്ങനെ വിളിക്കത്തില്ല. ഡിഫറൻ്റ്ലി ഡിസേബിൾഡ് എന്നോ പേഴ്സൺ ഹു ഈസ് ഹാവിങ് എ പ്രോബ്ലം ഓഫ് ലേണിംഗ് ഡിഫിക്കൽറ്റി, പഠന വൈകല്യമുള്ള ഒരാളെന്നൊക്കെയാണ് വിളിക്കുക. അവർക്ക് മറ്റൊരു തരത്തിലൊക്കെ കഴിവുകൾ കാണും. ചില നല്ല വലിയ പഠിക്കാൻ കഴിവില്ലാത്തവർ നല്ലപോലെ വരയ്ക്കും. ചിലർ നല്ലപോലെ ഏത് സാധനം അവർ എഞ്ചിനീയർ ആകത്തില്ലെങ്കിലും ഏത് സാധനം കൈ കിട്ടിയാലും അവർ അഴിക്കും, ഫിറ്റ് ചെയ്യും. പക്ഷേ എഞ്ചിനീയർ അഴിച്ചാൽ ഫിറ്റ് ചെയ്യാൻ അറിയത്തില്ല. എഞ്ചിനീയർ അഴിക്കും, ഫിറ്റ് ചെയ്യും. അവൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരിക്കും, പക്ഷേ അവന് ഫിറ്റ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ ഒന്നും അറിയാത്ത ഇവൻ ഏത് സാധനം അഴിച്ച് ഫിറ്റ് ചെയ്യും. എന്താ കാര്യം ചോദിച്ചാൽ തിയോ അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കാര്യങ്ങൾ അറിയാവുന്ന ഒത്തിരി പേർ, നല്ല മെക്കാനിക്കുകൾ, നല്ല ഒന്നാം തരം MTech നല്ലപോലെ വണ്ടി പണിയുന്നവരുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ അത് അവർക്ക് തമ്പുരാൻ കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്. അപ്പോൾ ഒരാൾ ആരാകുമെന്ന് നിശ്ചയിക്കുന്നത് അവരുടെ അമ്മയുടെ വയറ്റിൽ ഉള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റാണ്. നമ്മൾ പക്ഷേ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മാർക്കുകളൊക്കെ അവനെ അളക്കുക, അല്ലേ? നമുക്ക് അളക്കാനായിട്ടുള്ള ഒറ്റ വഴി അവിടെ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അങ്ങനെ പുറകിലൊക്കെ പോകുന്ന മക്കൾ, അവർക്കൊക്കെ ഉള്ള സങ്കടങ്ങളും. അപ്പോൾ അവർ പണ്ടൊക്കെ പറയും അവർ മൊണ്ണയാന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സാറന്മാർക്ക് ഒരു ലൈസൻസ് കൊടുക്കും, വെച്ച് കീറിക്കോളാൻ പറയും. വെച്ച് കീറിക്കോളാൻ ലൈസൻസ് കൂടെ കിട്ടി. എൻ്റെ കൂട്ടുകാരൻ്റെ മോൻ എൻ്റെ അച്ചായനും പറഞ്ഞിട്ടുണ്ടാ ഇങ്ങോട്ട് പിടിച്ചോളാനാ പറയും. അന്നേരമാണ് ഈ കണക്ക് സാറന്മാരൊക്കെ നല്ല പിച്ച് എവിടാ പിച്ചുക? ആമ്പിള്ളേരുടെ തുടക്കി പിച്ചും, പെൺപിള്ളേരുടെ ഇവിടെ പിച്ചു. ഇപ്പോഴത്തെ സാറന്മാർ പിച്ചത്തില്ല, പണ്ടത്തെ സാറന്മാർ. ആ പിച്ച് കിട്ടുമ്പോഴാണ് നമ്മൾ പറയുക സൈക്കിൾ കയറ്റം പഠിക്കുക. എത്ര വണ്ണമുള്ളവനും സാറിൻ്റെ കയ്യിൽ ഇങ്ങനെ പൊങ്ങുന്ന കാണാം. എപ്പോഴാണ് തുടക്കി പിച്ച് കിട്ടും. എന്തിനാ പിച്ച് കിട്ടിയത്? ടാൻ തീറ്റ ബൈ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ജീവിതത്തിൽ ഒരു ഗുണം ആർക്കും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിന് ഇഷ്ടം പോലെ അടി കിട്ടി. എന്തിനാണെന്ന് അറിയത്തില്ല, ഉള്ള ഇക്വേഷൻസിനല്ല. ആർക്കെങ്കിലും ജീവിതത്തിൽ പ്രത്യേകിച്ച് ഗുണം അതുകൊണ്ട് ഉണ്ടായോ എന്നറിയത്തില്ല. എന്നാലും കണക്കൊക്കെ പഠിക്കണ്ടേ. അപ്പം അടി ഇട്ടിയൊക്കെ കിട്ടുന്ന ലോകത്ത് അവിടെ അടി, വീട്ടിലടി, ട്യൂഷനടി, അടിയോട്ടടിയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ പുറകില്ല. പക്ഷേ ഈ പുറകിൽ പോകുന്നവർക്കൊക്കെ എന്നും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. സത്യത്തിൽ ഇതിവിടെ പ്രശ്നമാണ്. പഠനം ഓരോരുത്തർക്കും ഓരോ ലെവലില്ല. ചിലർ നല്ല പോലെ ദൈവം എല്ലാവർക്കും ഒരു കഴിവ്, എവരി പേഴ്സൺ ഈസ് യൂണീക്ക് എന്ന. സത്യത്തിൽ ഈ പിള്ളേർ
ഇച്ചിരി ബുദ്ധിയൊക്കെ കുറഞ്ഞ് ഇതിവിടെ കുറ്റമാണ്. എൻ്റെ ഒരു കുഞ്ഞ് ഇച്ചിരി പഠന ഉഴപ്പിലുണ്ട്. അപ്പോൾ ഒരു ദിവസം അവനിങ്ങനെ പഠിക്കാതൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവനെ വല്ലാതെ വഴക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മോളെന്നോട് ചോദിച്ചു, യു ആർ സ്കോൾഡിങ് ഹിം? ഞാൻ പറഞ്ഞു യെസ്. നോട്ട് യു കാൻ സ്കോൾഡ് ഹിം ലൈക്ക് ദിസ്. അവളങ്ങ് ദേഷ്യപ്പെട്ടു. ഞാൻ ചെയ്തന്നെ അവൻ ദിസ് ഇസ് നോട്ട് യുവർ ഫോൾട്ട്, ഹിസ് ഫോൾട്ട്, ദിസ് ഇസ് നോട്ട് ഹിസ് ഫോൾട്ട്. അപ്പം ഞാൻ തിരിച്ചു വെച്ചു, ഇസ് ഇറ്റ് മൈ ഫോൾട്ട്? യെസ് ഓഫ് കോഴ്സ് പപ്പ, ദിസ് ഇസ് യുവർ ഫോൾട്ട്. ഞാൻ പറഞ്ഞു മൈ ഫോൾട്ട്? യെസ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. സത്യം, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അപ്പോൾ സത്യത്തിൽ കൊച്ചിന് പഠിക്കാൻ നമ്മുടെ കുഴപ്പം കൊണ്ടൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് സത്യം. എന്നാൽ പോലും പുറകെ പോകുന്ന മക്കൾക്കൊക്കെ എന്തോ ഒരു സങ്കടം. ഈ സങ്കടമുള്ളൊരു മക്കളെ ഞാനൊരു വീട്ടിൽ വെച്ച് കണ്ടു. അതാണ് ഈ സന്ദേശമൊക്കെ കിട്ടുക. ഞാനൊരു വീട്ടിലെ കുടുംബ പ്രാർത്ഥന നടക്കുന്നിടത്തിരിക്കാനിടയായി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞ്, അവിടെ ഒരു കൊച്ചു കുഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥന എൻ്റെ കരളലിയിച്ചു. അവൻ ഉറക്കെ പ്രാർത്ഥിക്കുക കുഞ്ഞ്. പക്ഷെ കുഞ്ഞ് ജോക്ക് ചെയ്യല്ല, അവൻ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുക. അവൻ കരയുന്നുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിക്കുക, യേശുപ്പച്ച ഞാനിന്ന് സ്കൂളിൽ പോയി ഒന്നിലൊക്കെ ആ ടീച്ചർ ഏതാണ്ടെല്ലാം പഠിപ്പിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് ടീച്ചറിന് മനസ്സിലായില്ല യേശുപ്പച്ച. ആ ടീച്ചർ എന്നെ അടിച്ചപ്പച്ച, എനിക്ക് നൊന്തപ്പച്ച. അപ്പച്ച ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഒന്നും ടീച്ചറെ മാറ്റ് അല്ലേ ബുദ്ധിത. കുഞ്ഞ് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുക, ഒന്നും ടീച്ചറെ മാറ്റ് അല്ലേ ബുദ്ധിത. അപ്പോഴാണ് എനിക്ക് ക്രിസ്തുവചനത്തിൻ്റെ പ്രസക്തി തോന്നിയത്. ക്രിസ്തുവചനങ്ങൾ പറയുന്നു, ദൈവം പിൻപനെ മുൻപനാക്കും, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായും തിരഞ്ഞെടുക്കും. നിങ്ങളൊരുവന് ജ്ഞാനം കുറവാണെങ്കിൽ യാക്കോബ് പറയുന്നു, ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? ബത്സിക്കാതെ ചോദിക്കണം, എന്നാൽ അവർക്ക് ലഭിക്കും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഇൻ്റലക്ച്വൽ പോവർട്ടിയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ട്. ഒരു പക്ഷേ മൈനർ ഓട്ടിസം കൊണ്ടോ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ടൊക്കെ വല്ലാതെ വേദനിക്കുന്നു. അവരെക്കാട്ടിലും ആ കൂട്ടത്തിൽ വേദനിക്കുന്നത് അവരുടെ അമ്മമാരായിരിക്കും. കാരണം ആരെ ഏൽപ്പിച്ചിട്ടെങ്ങും പോകാനൊക്കത്തില്ല. എവിടെ ചെന്നാലും കുഞ്ഞിനെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റുകൾ കേട്ട് അവർ മനസ്സിടിയും. അവൻ അടിച്ചു, അവൻ എൻ്റെ കുഞ്ഞിനെ അടിച്ചു, ഞങ്ങളുടെ വീട്ടിലെ അത് തല്ലിപ്പൊട്ടിച്ചു. അരമണിക്കൂർ ഒരു വീട്ടിൽ ഇരുന്നാൽ ഒരായുസിൻ്റെ കംപ്ലൈൻറ്റ് കേൾക്കും. അപ്പോൾ അവർ തീരുമാനിക്കും, ഇനി എങ്ങും പോകണ്ട, ഇനി എങ്ങും വിടത്തില്ല. എങ്ങും പോകാതെ വീടിനകത്ത് തളയ്ക്കപ്പെട്ട എത്രയോ അമ്മമാരെ എനിക്കറിയാം. പക്ഷെ പരാതിയും പരിഭവവും ഇല്ലാതെ തമ്പുരാനോട് സ്തോത്രം ചെയ്തുകൊണ്ട് കഴിയുന്നവർ. ഇവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം പറയുക. എന്തുകൊണ്ടാണ് ദരിദ്രൻ ഭാഗ്യവാൻ എന്ന് പറയുക? നമ്മുടെ ദാരിദ്ര്യത്തിലാണ് ക്രിസ്തു സാന്നിധ്യം കുറച്ചുകൂടെ അനുഭവിക്കാൻ കഴിയുക. സമ്പന്നതയെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ കർത്താവിനെ കുറച്ചുകൂടെ ഹൃദ്യമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നത് ദാരിദ്ര്യത്തിൻ്റെ ലോകത്താണ്. വചനം പറയുന്നു, ദരിദ്രൻ ഭാഗ്യവാന. എന്തെന്നാൽ അവൻ്റെ ദാരിദ്ര്യത്തിൽ അവൻ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയുണ്ട്. ക്രിസ്തുവിനെ കുറച്ചുകൂടെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ബൗദ്ധികമായ ദാരിദ്ര്യം എന്തു ചെയ്യണം? അവർ ദൈവത്തോട് ചോദിക്കണം. യാക്കോബ് പറയുന്നു, നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ, ആ വാക്യം ഒന്നുകൂടെ ആവർത്തിക്കുക, ഫൽസിക്കരുത്. നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ എന്ത് ചെയ്യരുത്? ഫൽസിക്കരുത്. പ്രത്യേകത ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിച്ചാൽ എന്നാൽ അവന് ലഭിക്കും. എനിക്കറിയാവുന്ന ഒത്തിരി സംഭവങ്ങൾ, അതിൽ ഒരു 2-3 സംഭവം. ഒന്ന്, ഡാനി എന്ന് പറയുന്നൊരു മോനാണ്. ആ മോനെക്കുറിച്ച് ഞാൻ ഒത്തിരി എടുത്ത് പറഞ്ഞു. പക്ഷെ ഡാനി എനിക്കിന്നും അത്ഭുതമാണ്. ഡാനി +2 പഠിത്തം നിർത്തി. പഠിത്തം നിർത്താനുള്ള കാരണം അവൻ ആ പുസ്തകം ഒന്നും മനസ്സിലാകുന്നില്ല. വലിയ പുസ്തകങ്ങൾ കണ്ടപ്പോഴേ അവൻ പേടിച്ചു. എങ്ങനെയൊക്കെയോ അവൻ 10 വരെ ചെന്നിട്ട് +2 കയറി. അവനൊന്നും മനസ്സിലായില്ല. ഹ്യൂമാനിറ്റിക്സാണ്, വലിയ മാർക്കൊന്നുമില്ല. പക്ഷേ എടുത്തിട്ട് അവന് പുസ്തകമൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഡാനി പഠിത്തം നിർത്തി. ഡാനി വീട്ടിൽ വന്നിരുന്നു. അമ്മയോട് പറഞ്ഞ, അമ്മയൊരു കർത്തദാസിയാണ്, സ്കൂളിൽ പോകുന്നില്ല ഇനിയും. കാരണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഡാനി സീരിയസാണ്, അവനൊന്നും മനസ്സിലാകുന്നില്ല. അവൻ ഉഴപ്പനല്ല, അവനൊരു മറ്റേ പിഴച്ചതൊന്നുമല്ല, അല്ലെങ്കിൽ വേറെ ദോഷവഴികളിൽ പോയതൊന്നുമല്ല. ഡാനിക്ക് ബുദ്ധിയില്ല, ഡാനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ അവൻ്റെ അമ്മ ഡാനിയെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ കൊണ്ടുവിട്ടു. അവിടെ ഡാനി ജോലി പഠിക്കുക. പോകുന്നത് മഹാരാജാസ് കോളേജിൻ്റെ ഒക്കെ അടുത്താണ് ജോലിക്ക് പോകുന്നത്, എറണാകുളത്താണ്. മഹാരാജാസിൻ്റെ അതുവഴി പോകുമ്പോൾ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കളിച്ചും ചിരിച്ചും ജോഡിയായിട്ടും ആവേശത്തുമർപ്പോടെ കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഡാനി കരഞ്ഞു ഉള്ളുകൊണ്ട്. എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും പഠിച്ചേനെ, ഞാനും കോളേജിൽ പോയേനെ. ഡാനിക്ക് ബുദ്ധിയില്ല, ഡാനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഡാനിയുടെ അമ്മ അവൻ്റെ പുസ്തകം മുഴുവൻ അടുക്കി വെച്ചിട്ട് മുട്ടുകുത്തി അമ്മ അർദ്ധരാത്രി കരയാൻ തുടങ്ങി. ആ അമ്മയുടെ കണ്ണീരൊത്തിരി
പുസ്തകത്തെ വീണു. എൻ്റെ കുഞ്ഞിന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പഠിച്ചേനെ. ഒരു ദിവസം രാത്രി ഡാനിയോട് ദൈവം ഇടപെട്ടു. ഡാനി രാവിലെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ സ്കൂളിൽ പോയിക്കോട്ടെ. ചുരുക്കത്തിൽ ബ്രേക്കൊക്കെ എടുത്തെങ്കിലും സാർമാരുടെ കയ്യേക്കാലെയൊക്കെ പിടിച്ച് ഡാനിയെ വീണ്ടും സ്കൂളിൽ വിട്ടു. ഡാനി +2 കഷ്ടിച്ച് പാസ്സായി, BA പാസ്സായി, MAക്ക് റാങ്കിൽ പാസ്സായി. ഇന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തു, MSW എടുത്തു. ഇതിനിടയ്ക്ക് തിയോളജി MD കംപ്ലീറ്റ് ചെയ്തു. ഒറ്റ കാര്യമാണ്, ഡാനിയോട് ചോദിച്ചാൽ ഡാനി പറയും, +2 പഠിക്കാൻ ബുദ്ധിയില്ലാതെ ഒന്നും മനസ്സിലാകാതെ സ്കൂളിൽ പോക്ക് നിർത്തിയപ്പോൾ എൻ്റെ അമ്മയുടെ എൻ്റെ കണ്ണീര് എൻ്റെ പുസ്തകത്തെ വീണപ്പോൾ എൻ്റെ ബുദ്ധി തുറന്ന ഒരു കർത്താവുണ്ട്. അതേ കർത്താവ് ദരിദ്രൻ്റെ ലോകത്ത് ഇന്നുമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദരിദ്രൻ്റെ ലോകത്ത് എന്നുമുള്ള ഒരു ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഡാനിയുടെ ദൈവം നമ്മുടെ ദൈവം. എബ്ബേസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എബ്ബേസ് ജനിച്ചപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ വിസിബിളായിട്ടുള്ള ഡിഫോമിറ്റി ഉണ്ട്. ഒറ്റ നോട്ടത്തിന് മനസ്സിലായി ഇനി എൻ്റെ ജീവിതം കട്ടപ്പുകയാണ്. അമ്മ അവനെ പേരിട്ടു വ്യസനപുത്രൻ എബ്ബേസ്. എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. 4 ലൈനാ, എൻ്റെ അതിരിനെ വിശാലമാക്കണം, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കൂടെ ഇരിക്കണം, അനർത്ഥങ്ങൾ വ്യസനേതുവാകാതെ കാക്കണം. കാലം മുമ്പോട്ട് പോയപ്പോൾ അബ്ദുൽ കലാം റോഡെന്നോ മഹാത്മാഗാന്ധി റോഡെന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഒരു നഗരമുണ്ടായി. ആ നഗറിൻ്റെ പേര് എബ്ബേസ് നഗർ എന്നാണ്. അവിടെ പാർത്തതൊക്കെ ശാസ്ത്രിമാരാ. എബ്ബേസിന് ചോദിച്ച എബ്ബേസ് പറയും, എൻ്റെ ബുദ്ധിമണ്ഡലത്തിൻ്റെ അതിര് വിശാലമാക്കിയ ഒരു കർത്താവിനെ എനിക്കറിയാം. ഞാൻ അമ്മയ്ക്ക് വ്യസനപുത്രൻ, പക്ഷെ തമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അതിരുകളെ വിശാലമാക്കിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മക്കളുടെ ഭൗതിക ദാരിദ്ര്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഓരോരുത്തർക്കും ഓരോ നിലയിലായിരിക്കാം. ചിലപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ശക്തിയായ അമ്മായിമ്മയും നാത്തുമ്മോരൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതൊക്കെ നമുക്കൊക്കെ കേൾക്കുന്ന ഭാഷ. അമ്മമാരടക്കം പറയും, എന്തോ ചെയ്യാനാ, അവളൊരു പൊട്ട, അവളൊരു കടിഞ്ഞു പൊട്ട, അവളെയും കൊണ്ട് പ്രാപ്തിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പൊട്ടൊക്കെ മിടുക്കരായിട്ട് പോകുന്നത് ഒറ്റ കാര്യമാണ്, തമ്പുരാൻ എന്നും ദരിദ്രൻ്റെ ലോകത്തുണ്ട്. ഞാൻ കണ്ട ക്രിസ്തു എന്നും ദരിദ്രപക്ഷത്ത് നിൽക്കുന്ന ക്രിസ്തുവാണ്. രണ്ടാമത്തെ ഒരു സാക്ഷ്യം, അത് ഞാൻ പൗർവശിനി വന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു. അദ്ദേഹം ഡോക്ടർ രാജു, ഇന്നൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, ഒപ്പം തന്നെ വലിയൊരു സ്കൂളിൻ്റെ മാനേജരാണ്. 2 ദൗത്യമേഖലകളിൽ ഒരുപോലെ കർമ്മനിരതനായിരിക്കുന്ന പ്രിയപ്പെട്ട സാറ് സാക്ഷ്യം എന്നോട് പറഞ്ഞപ്പം ഞാനത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഞാൻ ഈ സാക്ഷ്യം പറയാം. അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. ഇത് തന്നെയാണ്, എല്ലാത്തിനും തോറ്റുപോയി. കെമിസ്ട്രിക്ക് 1 മാർക്ക്. അച്ചായൻ തീരുമാനിച്ചു, കെമിസ്ട്രിക്ക് 1 മാർക്ക്, എല്ലാത്തിനും തോറ്റവനെ ഇനിയും സ്കൂളിൽ പഠിപ്പിക്കാൻ പാടില്ല, വെറുതെ എന്തിനാ ഒരു സ്പേസ് കളയും. അച്ചായന് ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ രാജു എന്ന മകനെ ചായ അടിക്കാൻ അപ്പം കൂടെ നിർത്തി. കൂടെ പഠിക്കുന്ന മക്കളൊക്കെ ചായക്കടയുടെ ഫ്രണ്ടിൽ കൂടെ പുസ്തകക്കെട്ടും തൂക്കി പോകുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ചായ അടിക്കുക. മനസ്സ് തേങ്ങി. കൂട്ടുകാർ പോകുമ്പം തല കുനിച്ച് പാത്ത് ചെന്നു. അങ്ങനെ രാജു ചായക്കടയിലായി, അപ്പൻ്റെ ചായക്കടയിൽ. അവിടെയും അമ്മ കരയുക, എൻ്റെ കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി, എല്ലാത്തിനും തോറ്റുപോയവൻ. അമ്മയുടെ കരച്ചിൽ ദൈവം കേട്ടു. ഒരു രാത്രി അമ്മയുടെ അടുക്കൽ ഒരു ദൈവദാസൻ സ്വപ്നത്തിൽ വന്നു. അങ്ങനെ ഒരു അനുഭവം അമ്മയ്ക്കുണ്ടായി. പ്രായമുള്ളൊരു ദൈവദാസൻ ജുബയും മുണ്ടൊക്കെ ഇട്ട പഴയൊരു അപ്പച്ചൻ, അമ്മച്ചിക്ക് അറിയാവുന്ന ഒരു അപ്പച്ചൻ സ്വപ്നത്തിൽ വരുന്ന പോലെ ദൈവദൂതൻ്റെ ആ ഒരു രൂപത്തിലൊക്കെ വന്നായിരിക്കും. വന്നിട്ട് അമ്മയെ തട്ടിയോണത്തിൽ പറഞ്ഞു, എടി നിൻ്റെ കൊച്ചിനെ നീ കൊണ്ട് ചായ അടയ്ക്കാൻ നിർത്തിയേക്കാണോ, അഹങ്കാരി, നിന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാവിലെ അവനെ സ്കൂളിൽ വിട്ടേക്കണം പറഞ്ഞിട്ട് ഉപദേശം പറഞ്ഞു. രാവിലെ അമ്മ വിറച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുക. അത്ര തീഷ്ണമായിരുന്നു ആ വാക്കുകൾ. അമ്മ അച്ചായനോട് പറഞ്ഞു, മോനെ സ്കൂളിൽ വിടണം. അച്ചായൻ പറഞ്ഞു, ഇനിയും വിടുന്ന പ്രശ്നമില്ല, അവനൊരു തൊഴിൽ പഠിച്ചു, ചായ അടിക്കാൻ പഠിച്ചു, ഇനി അവൻ ചായ അടിക്കട്ടെ, അതല്ലേ നല്ലേ. അമ്മ വഴക്കുണ്ടാക്കിയല്ല, അവനെ വിടണം. ഒടുവിൽ അവൻ്റെ ജോലി കൂടെ അമ്മ ചെയ്തോളാമെന്ന് പറഞ്ഞ് അമ്മ വക്കാലത്ത് നിന്ന് സ്കൂളിൽ വിട്ടു. കഷ്ടിച്ച് രാജു 10 പാസ്സായി. അന്ന് പ്രീ ഡിഗ്രി പാസ്സായി, BA പാസ്സായി, പൊളിറ്റിക്കൽ സയൻസിൽ റാങ്കിൽ പാസ്സായി, MA പാസ്സായി, UTC-ന്ന് BD-യും MDH-ഉം എടുത്ത് പാസ്സായി. പൊളിറ്റിക്കൽ സയൻസിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ PhD എടുത്തു. ഇന്നൊരു സ്കൂളിൻ്റെ മാനേജരും ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളും. സാറിനോട് ചോദിച്ചാൽ സാറ് പറയും, 8ാം ക്ലാസ്സിൽ എല്ലാത്തിനും തോറ്റിട്ട് കെമിസ്ട്രിക്ക് 1 മാർക്കും കിട്ടി പഠിത്തം നിർത്തി ഇന്നപ്പോൾ എൻ്റെ അമ്മയുടെ കരച്ചിൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ഇന്ന് ഡോക്ടർ രാജു സാറ് ഇതെല്ലാം കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ദരിദ്രൻ്റെ ലോകത്ത് എന്നും ക്രിസ്തുവുണ്ട്.
എന്നും ദരിദ്രൻ്റെ ലോകത്ത് ക്രിസ്തുവുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദരിദ്രൻ്റെ ലോകത്ത് ക്രിസ്തു ഉള്ളത്? ഒരിക്കൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു. എനിക്കത്ര ഇഷ്ടപ്പെടാഞ്ഞ ഒരു കാര്യം, ക്രിസ്തു യെരുശലേമിലേക്ക് വരുന്നുണ്ട്. വാഴ്ത്തപ്പെട്ട കർത്താവ് യെരുശലേമിലേക്ക് വരുമ്പം കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരിക. വല്ലാത്തൊരു ദുഃഖം തോന്നി. കർത്താവപ്പച്ച അങ്ങിങ്ങനെ ഒരു കഴുതയുടെ പുറത്തൊക്കെ കയറി വരിക, കാര്യമൊക്കെ ഉണ്ടെങ്കിലും ഒരു കുതിരപ്പുറത്തെങ്കിലും ഒക്കെ വരണ്ടേ, എന്നാലേ ഒരു കാണാനൊക്കെ ഒരു രസമുള്ളൂ, ഒരു ഗുമ്മൊക്കെ വേണ്ടേ. ക്രിസ്തു എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഞാൻ കുതിരപ്പുറത്താണ് വന്നിരുന്നെങ്കിൽ കുതിര സ്പീഡിൽ പോകുമ്പോൾ നമ്മളെങ്ങനെ ഒപ്പം എത്തും? കുതിര നടന്നാൽ പോലും ഒപ്പം എത്തണമെങ്കിൽ ഓടണം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു കുതിരപ്പുറത്താണ് വന്നിരുന്നെങ്കിൽ A+B² എന്ന് പറയുമ്പോഴും അപ്പുറത്തോട്ട് നോക്കി കോപ്പി അടിച്ചുകൊണ്ടിരിക്കുന്നവൻ, എന്താ ഇപ്പം പറഞ്ഞെന്ന് എഴുതാൻ പിന്നെ ഒന്നും കിട്ടാതെ പേന അടച്ച് അവിടെ ഇരിക്കുന്നവൻ എങ്ങനെ ഓടിയെത്തും? പക്ഷേ ആർക്കും ഓടിയെത്താവുന്ന പാകത്തിൽ എത്താൻ വേണ്ടി ഇങ്ങനെ പെതുക്കെ പോകുന്നവരുടെ കൂടെയും നടക്കാൻ പാകത്തിൽ ഒരുവനിങ്ങനെ കഴുതപ്പുറത്ത് വന്നു. അവിടുത്തെ പേരാ ക്രിസ്തു. ആർക്കും ഒത്താവുന്ന ദൂരത്തിൽ ഇന്നും നടക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി മക്കളുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ട്യൂഷന് വിടാൻ കാശില്ല, പഠിക്കാൻ ബുദ്ധിയില്ല. കുഞ്ഞ് കർത്താവിനോട് പറഞ്ഞു, കർത്താവപ്പച്ച ട്യൂഷന് പോകാൻ കാശില്ല, പഠിക്കാൻ ബുദ്ധിയില്ല. ഒരു കസേരയെടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് യേശുപ്പച്ചനോട് പറഞ്ഞപ്പച്ച ഇപ്പുറത്തിരിക്കണം, എനിക്ക് പറഞ്ഞു തരണം. വിശ്വാസത്തിൻ്റെ ആ സിമ്പിൾ പ്രവൃത്തിയിലൊക്കെ ആ കുഞ്ഞൊക്കെ ഇങ്ങനെ പഠിച്ചു വരുമ്പം ഇന്നും ദരിദ്രൻ്റെ ലോകത്തൂടെ വരുന്നൊരു ക്രിസ്തുവുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് ദരിദ്രനായി തീർന്ന ക്രിസ്തുവാണ്. അവൻ സമ്പന്നനായിരിക്കെ നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമ്മൾ നിമിത്തം ദാരിദ്ര്യം ശീലിച്ച ക്രിസ്തു ഈ രാത്രി പറയുന്നു, ഞാൻ ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഇന്ന് കൊണ്ട് ഞാൻ സംസാരിക്കുമ്പം എൻ്റെ കുഞ്ഞ് പുറകില്ല, സെൻട്രൽ എക്സാമിനേഷനൊക്കെ വരികയാണ്. എങ്ങനെ അവൻ പാസ്സാകും, അവൾ പാസ്സാകും, കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഓർമ്മയും നിൽക്കുന്നില്ല. ഒരു കാര്യം, അമ്മ രാജസാറിൻ്റെ അമ്മയുടെ ദൈവം നമ്മുടെയും ദൈവമാണ്, ഡാനിയുടെ ദൈവം നമ്മുടെ കുഞ്ഞിൻ്റെ ദൈവമാണ്. ഒറ്റ കാര്യം പൽസിക്കാതെ കർത്താവിനോട് ചോദിച്ചാൽ പിൻപനെ മുൻപനാക്കും. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദോഷത്വമായി തിരഞ്ഞെടുക്കും, കുലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനവും നികഷ്ടമായി തിരഞ്ഞെടുക്കുന്ന ദൈവം നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദോഷത്വമായി തിരഞ്ഞെടുത്ത കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കരമുയർത്തി എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച് ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് പറഞ്ഞ്, ഈ രാത്രി എൻ്റെ കൊച്ചു കുഞ്ഞ് അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങളെ പുറകില്ല, എൻ്റെ ആ കുഞ്ഞിനെ ഒന്ന് സഹായിക്കണേ. പിന്നെ ചെന്ന് കയറിയ വീടിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പ്രാപ്തിയൊന്നുമില്ല. എല്ലാവരും പറയുന്നുണ്ട് അതൊരു പൊട്ടായിക്കോട്ടെ, സാരമില്ല, അതാ സാക്ഷ്യം. പക്ഷെ പൊട്ടിനെ മുൻപിലാക്കുന്ന ഒരു ദൈവമുണ്ട്. എബ്ബേസിനെ സഹോദരന്മാരെക്കാൾ കൂടുതൽ മാന്യനാക്കിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെയും ദൈവമാണ്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് എല്ലാവരും ഈ പന്തലിൽ പ്രാർത്ഥിച്ച് ദാരിദ്ര്യത്തിൻ്റെ ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം കൊണ്ട് ഈ പന്തൽ നിറയട്ടെ. അല്ല, കല്യാണിമുക്ക് ദേശം നിറയട്ടെ, ഈ ഒഴവമ്പാറ നിറയട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങളുടെ നടുവിലേക്ക് അങ്ങയുടെ സാന്നിധ്യം എഴുന്നള്ളി വരണമേ. ഈ ഓൺലൈനിലൂടെ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ലൈവിലൂടെയാണ് നമ്മളെ ശ്രദ്ധിക്കുന്നവർ. നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കൊച്ചുമക്കളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവം എഫത്ത എന്ന് പറഞ്ഞ തുറന്നു വരുന്ന ഒരു ബുദ്ധിമണ്ഡലമുണ്ട്. അതിരുകളെ വിശാലമാക്കുന്ന ദൈവമുണ്ട്. പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് അങ്ങേ അനുഭവിക്കണം. ഭൗതിക ദാരിദ്ര്യത്തിൽ അരക്കാശിന് മുതലില്ലാതെ, തലചായ്പാനിടമില്ലാതെ 33.5 കൊല്ലം പാർത്തലെത്തി പാർത്തവൻ ഇന്ന് നമ്മുടെ ദാരിദ്ര്യം മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ ദാരിദ്ര്യം മാറ്റം. കഴുതപ്പുറത്ത് വന്ന ക്രിസ്തുവിന് ആരുടെയും കൂടെ നടക്കാൻ കഴിയും. എനിക്ക് ഈ കർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്. കഴുതപ്പുറത്തൊക്കെയാണ് വന്നേ. കുതിരപ്പുറത്തൊക്കെ വന്നിരുന്നെങ്കിൽ ഭയങ്കര മിടുക്കരൊക്കെ ഓടിയെത്തിയേനെ. മിടുക്കരെല്ലാം ഓടിയെത്തിയിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും എങ്ങും എത്തത്തില്ലായിരുന്നു. പക്ഷേ ദരിദ്രൻ്റെ ലോകത്തോട് ഇന്നും സഞ്ചരിക്കുന്നവൻ,
തള്ളയാടുകളെ പെതുക്കെ നടത്തി കുഞ്ഞാടുകളെ തോളിലിട്ടുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തേലത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാ താര ജീവിയായി നീ ഭൂലോകത്തെ സഞ്ചരിച്ചു. കർത്താവേ നിൻ എല്ലായ്പ്പോഴും സന്തോഷമേ, കർത്താവേ നിൻ രൂപമേനി എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ. അപ്പം നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന ക്രിസ്തു എന്നും ദരിദ്രൻ്റെ ലോകത്തൂടെ അവനെ ഉയർത്തുവാൻ വേണ്ടിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തു 2000 വർഷം മുമ്പ് അവിടുത്തെ വചസ്സുകൾ നമ്മളോട് പറയുന്നു, ദരിദ്രൻ ഭാഗ്യവാനാ, എന്തെന്നാൽ അവന് എന്നെ കൂടുതൽ അറിയാൻ കഴിയും, എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഈ രാത്രി ഭൗതിക ദാരിദ്ര്യത്തിനെ സമ്പന്നരാക്കുന്ന ദൈവമുണ്ട്. ഭൗതിക ദാരിദ്ര്യരെ സമ്പന്നരാക്കുന്ന ദൈവമുണ്ട്. ഭൗതിക ദാരിദ്ര്യം. രണ്ടാമത്തെ ഒരു ദാരിദ്ര്യ മേഖലയാണ് മാനസികമായ ദാരിദ്ര്യം, മെൻ്റൽ പോവർട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോവിഡാനന്തര ലോകം സമ്മാനിച്ച ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് മാനസികമായ ദാരിദ്ര്യം. അത് ഭയങ്കരമായിട്ട് കൂടുകയായിപ്പോൾ, ഭയങ്കരമായിട്ട് കൂടുക. നമ്മുടെ അടുത്തുള്ളൊരു ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഫിസിഷ്യൻ ഒരു ഉച്ച കഴിഞ്ഞ് എന്നെ വിളിച്ചു, പാസ്റ്റർ പ്രിൻസ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇന്ന് എൻ്റെ അടുക്ക് വന്നതിൽ 80% പേഷ്യൻസിനെ ഞാൻ പരിശോധിച്ചപ്പോൾ അവർക്ക് ഫിസിക്കൽ പ്രോബ്ലം അല്ല, അവർക്കെല്ലാം ഡിപ്രഷനോ ആങ്സൈറ്റി ഡിസോർഡറോ ഫോബിയയോ ഒക്കെയാണ്. എന്താ ഈ മക്കൾക്കൊക്കെ പറ്റുക അറിയില്ല. ഒത്തിരി പേർക്ക് മരിക്കാൻ തോന്നുന്നു, സൂയിസൈഡ് കൂടുന്നു, വല്ലാതെ ലോകം അപകടത്തിലേക്ക് പോവുകയാണ്. ഈ മയക്കുമരുന്നിൻ്റെ ലോകത്തേക്ക് ഒത്തിരി പേര് വഴുതി വീഴാൻ കാര്യം എന്താ? അത് മെൻ്റൽ പോവർട്ടിയാണ്. മനസ്സൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പം, ആ സ്ട്രെസ് അങ്ങോട്ട് കൂടുമ്പം കൂട്ടുകാർ പറഞ്ഞു കൊടുക്കും റിലീഫിനൊരു വഴിയുണ്ട്, തടിതൊന്ന് പുകച്ചാൽ മതി. കൂട്ടുകാരുടെ നിർബന്ധത്തിൽ അത് പുകയ്ക്കുമ്പോൾ ടെമ്പററി ഒരു റിലീഫ് അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ പിന്നത്തേതിൽ അവരത് അതിലും വലിയ കയത്തിലേക്ക് പോകുന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷെ മാനസികമായി ദാരിദ്ര്യമുള്ളവരെയാണ് ഈ മേഖലകളിൽ കൂടുതലും പെടുക. കാരണം എത്രയോ മക്കളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്? ആ ടെൻഷൻ വന്നപ്പോൾ, ആ പ്രശ്നം ഉണ്ടായപ്പം, ആ ലവ് ഫെയിലർ ഉണ്ടായപ്പം, അപ്പോൾ കൂട്ടുകാർ കൊടുത്തതാണ് അവരെ പിടിച്ചു നിർത്തിയത്. അത് പിന്നെ അവരെ തകർത്തു, അവരുടെ ഭാവിയെ തകർത്തു, അവരുടെ കുടുംബത്തെ തകർത്തു, മാനത്തെ തകർത്തു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അതതിൻ്റെ റിയാലിറ്റി. പക്ഷേ പലപ്പോഴും കൊണ്ടെത്തിച്ചത് മാനസിക ദാരിദ്ര്യമാണ്. അതിന്ന് വല്ലാതെ കൂടുക, വിഷാദം കൂടുന്നു, ഡിപ്രഷൻ ഒത്തിരി പേർക്കുണ്ട്. ഒത്തിരി പേര് ഈ റാന്നി പരിസരത്ത് തന്നെ എത്രയോ പ്രിയപ്പെട്ട മക്കളെ ഞാൻ കണ്ടു, പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. നിങ്ങളപ്പോൾ ഒരു പക്ഷേ ആരും ഇത് പറയില്ല, അവരുടെ പേരൻസ് പോലും ഇത് പറയില്ല. പഠിക്കാൻ പോയി ഒത്തിരി മക്കൾ തിരിച്ചു വന്ന് വീട്ടിലുണ്ട്, പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല, തലേദിവസം ചുരുണ്ടു പോവുകയാണ്. അങ്ങനെ ഒരു പെൺകുട്ടി കെമിസ്ട്രി പരീക്ഷയുടെ തലേദിവസം മുഴുവൻ പഠിച്ച കുട്ടിക്ക് രാത്രി പരീക്ഷ എഴുതാൻ വയ്യ. അവളങ്ങ് ചുരുണ്ടു, അക്ഷരാർത്ഥത്തിൽ ചുരുണ്ട, കൈയും വിരലും എല്ലാം ചുരുണ്ടു. ഞാൻ അതിന് സാക്ഷിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, കുഞ്ഞ് എന്താ പ്രശ്നം? ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോകുന്നതിനോട് ആരാ പറഞ്ഞ? പരീക്ഷ എഴുതാതെ എങ്ങനെ തോക്കുന്നേ? പരീക്ഷ എഴുതിയാലേ തോക്കത്തുള്ളൂ. പരീക്ഷ എഴുതാൻ അല്ല, എനിക്ക് തോറ്റെന്ത് പറ്റന്നെ? അയ്യോ തോറ്റാ കൂട്ടുകാരെല്ലാം എന്നെ പറയും, അമ്മ എന്നെ പറയും. അമ്മ എന്ത് പറയുന്നത്? ജയിക്കും, അടുത്ത് എഴുതും, പക്ഷേ പേടിയാണ്. പിന്നെ രാത്രി ആ മോളെയും കൊണ്ട് നടന്ന ഹോസ്പിറ്റലുകൾ, പിന്നെ ട്രിപ്പ് ഇടുന്നു, സൈക്കോതെറാപ്പി ചെയ്യുന്നു, ആകെ പ്രശ്നം. ഒരു തരത്തിലേ കൊണ്ട് പരീക്ഷ. അത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഒത്തിരി പ്രശ്നങ്ങൾ. മനസ്സുകൊണ്ട് ഇങ്ങനെ മനുഷ്യ തളർന്നു പോവുക. ഒത്തിരി പേർക്ക് ഉറക്കമില്ല. ഒത്തിരി പേർ പല രോഗങ്ങളും കൂടുന്നത്
സൈക്കോസമാറ്റിക്കായിട്ടാണ്. മനസ്സിങ്ങനെ താളം തെറ്റുമ്പോഴാണ് മനുഷ്യൻ്റെ രോഗങ്ങളൊക്കെ കൂടുക. പക്ഷേ ഈ മനസ്സ് താളം തെറ്റിപ്പോകുന്നവരുടെ ലോകത്ത് ഒരു ക്രിസ്തു ഉണ്ടെന്നറിയാം. ഒരു മനുഷ്യനെ അപമാനിക്കാനുള്ള ഏറ്റവും വലിയൊരു വഴി എന്താ? ഒരു മനുഷ്യനെ അപമാനിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഇവന് ഭ്രാന്താന്ന് പറയുക. കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് കിട്ടാൻ ഒരു വഴിയാണ്. മെൻ്റലി ഇല്ല, കൂടെ പാർക്കാൻ ഒക്കത്തില്ല, ഒരു കുടുംബജീവിതത്തിന് പ്രാപ്തിയില്ല, നേരത്തെ മരുന്നെടുക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ തെളിയിച്ചാൽ ഒരു പക്ഷേ ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ടാണ്. ഇതൊക്കെ ഒരു സോഷ്യൽ റിയാലിറ്റിയാണ്. പക്ഷേ ഒരു മനുഷ്യനെ വട്ടാന്ന് വിളിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. പക്ഷെ നിങ്ങൾക്കറിയോ, ഈ വട്ടാന്ന് വിളിക്കുന്നവൻ്റെ ഇവൻ ഭ്രാന്തനാ, ഇവൻ ഭ്രാന്തിയാന്ന് ഒരാളെ നോക്കി പറഞ്ഞാൽ അവരുടെ ലോകത്ത് ഏറ്റവും അടുത്ത് വരുന്ന ക്രിസ്തുവാണ്. കാരണം മർക്കോസ് 3 ആ ചെറുപ്പക്കാരനെ എല്ലാവരും കൂടി വിളിച്ചു, ഇവന് ഭ്രാന്ത, ഹീസ് ബിസൈഡ് ഹിംസെൽഫ്, ഹീസ് ഔട്ട് ഓഫ് മൈൻഡ്. അവനെ പിടിച്ചു കെട്ടണമെന്ന് പറഞ്ഞ് വന്നത് വീട്ടുകാരാ. ചർച്ചക്കാർ വന്നിട്ട് ഭ്രാന്താന്ന് വിളിച്ചവൻ എന്നും അറിയുമോ, ഭ്രാന്തൻ്റെ ലോകത്ത് അവനുണ്ട്. മനസ്സൊക്കെ ഇങ്ങനെ വഴുതി പോകുമ്പോൾ അവരുടെ ലോകത്ത് വരുന്നൊരു ക്രിസ്തുവുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികൾ, പേടിയുടെ രാത്രികളിൽ അവരെടുക്ക് വരുന്നൊരു ക്രിസ്തുവുണ്ട്. അത് അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഭയം കൂടുമ്പോൾ അടുത്ത് വന്ന ക്രിസ്തു. ഞാൻ കേട്ടിട്ടുണ്ട് ആ വാക്ക് പലപ്പോഴും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ഇന്നാണ് പെന്തക്കോസ്ത് സഭ അഭിമാനത്തോട് പറയട്ടെ റിസ്ക് എടുക്കാത്തത്. കല്യാണമുക്ക് ദേശത്ത് ഇന്നുകൊണ്ട്, എൻ്റെ നാട്ടിൽ ഇന്നുകൊണ്ട് പറയട്ടെ, ഞങ്ങളുടെ സഭകൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്താണെന്നറിയാമോ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങളുടെ സഭകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു. രോഗിയെ വന്നാൽ ഞങ്ങളെടുക്കും, മാനസിക രോഗം വന്നാൽ ഞങ്ങളെടുക്കും, ആക്സിഡൻറ്റ് കേസ് ഞങ്ങളെടുക്കും, ലഹരി കേസ് ഞങ്ങളെടുക്കും, ഭ്രാന്തിൻ്റെ കേസ് ഞങ്ങളെടുക്കും, എല്ലാ കേസും എടുക്കുന്ന ഞങ്ങളുടെ പഴയ MBBS ഡോക്ടറുണ്ട്. അവർ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കത്തില്ല, പക്ഷേ അവരെല്ലാം അറ്റൻഡ് ചെയ്യുന്ന പോലെ ഞങ്ങളുടെ പാസ്റ്റർമാരുണ്ടായിരുന്നു. അവർ ഭൂതം വന്നാലും എടുക്കും, രോഗം വന്നാലും എടുക്കും, കുടി വന്നാലും എടുക്കും, എല്ലാം എടുക്കും. അപ്പം ഞാൻ പറയും, പഴയ MBBS പഴയ ഉപദേശിമാർ. അങ്ങനെയുള്ളൊരു കാലം. അതിലൊരു ഞങ്ങളുടെ വീട്ടിൽ സമാധാന പ്രവർത്തനങ്ങളുടെയൊക്കെ പ്രാരംഭകാലത്ത് എൻ്റെ മനസ്സിലെ കുഞ്ഞു ഓർമ്മകളിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. പിടിച്ചു കെട്ടി വീട്ടിൽ ദിവസങ്ങൾ താമസിപ്പിച്ചവരുണ്ട്. എന്തൊരു ബഹളമായിരുന്നു വീട്ടിൽ. പിടിച്ചു കെട്ടിക്കൊണ്ടിട്ട ആൾക്കാർ. എന്തിനാ? ഭ്രാന്തും പിശാചും ഒക്കെ ബാധിച്ചതിനെയൊക്കെ. അവരെ 5, 6, 7 ദിവസം കൊണ്ട് പിടിച്ചു കെട്ടി ഇട്ടതും ഭൂതങ്ങൾ ഇറങ്ങി പോകുന്നതൊക്കെ അന്ന് പേടിയായിരുന്നു. ഇന്ന് ശുശ്രൂഷ ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കും, സൂക്ഷിച്ച് ഇന്നോണം ഇറങ്ങിപ്പോകുന്ന കയറായിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പേടിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ സ്തോത്രവും രക്തം ജയമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും. കാരണം ഇറങ്ങിപ്പോവുക. അതിലൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ നല്ല മിടുക്കനായിരുന്നു. ആ മിടുക്കനായ ചെറുപ്പക്കാരൻ മനസ്സ് തളർന്നുപോയി, വയലൻ്റായ ആ ചെറുപ്പക്കാരൻ ആൾക്കാരെ ഉപദ്രവിക്കുമ്പോൾ എനിക്കന്ന് ഒരു 10-17 വയസ്സ്. അപ്പോൾ പെട്ടെന്ന് പിടിച്ചു കെട്ടിയത് ഞാനിവിടെ കൂടി. നമുക്കന്ന് ആ ചെറുപ്പത്തിൻ്റെ ഉത്സാഹത്തിൽ കാലെ പിടിച്ച് വലിച്ച് നിലത്തിട്ട് പുറത്ത് കയറിയിരുന്ന് കൈ പുറന്നോട്ട് ഇറങ്ങി കെട്ടുമ്പോൾ ഞാനിവിടെ കൂടിയാണ് കെട്ടുന്നേ. കെട്ടിയെല്ലാം ഇട്ടപ്പം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അടുത്ത് നിന്ന് കരയുന്ന ഒരു പെങ്ങളെ, വലിയപോയി കരയുന്ന ഒരു പെങ്ങളുടെ രൂപം എൻ്റെ മനസ്സിരിപ്പുണ്ട്. അവൻ എന്തൊരു വയലൻ്റായിരുന്നു ആ സഹോദരൻ. അന്ന് ആ സഹോദരൻ ഒത്തിരി പേരെ അടിച്ചു. പക്ഷേ കാലം മുമ്പോട്ട് പോയി. സഭ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ആ സഹോദരനെ വിടുവിച്ചു. അതിന് വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരൻ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിന് ഞാൻ സാക്ഷിയാണ്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുകയായിരിക്കാം. കാലം മുമ്പോട്ട് പോയപ്പം ആ സഹോദരന് കുഞ്ഞുണ്ടായി. അന്നേരത്തിന് ഞാൻ ഉപദേശിയായി. ആ കുഞ്ഞിനെ കെട്ടിച്ചത് ഞാനാണ്. ഞാൻ കെട്ടിക്കുമ്പം പറഞ്ഞു, അപ്പനും അമ്മയ്ക്കും കൂടെ വന്ന് നിൽക്കാം. ഈ അപ്പം വന്ന് അടുത്ത് നിൽക്കുമ്പോൾ ആ അപ്പൻ്റെ മകനെ കെട്ടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മറക്കാത്തൊരോർമ്മയുണ്ട്, ഞാൻ ഈ അപ്പനെ പിടിച്ചു കെട്ടുന്നത്. കാലം മുമ്പോട്ട് പോയപ്പോൾ ആ അപ്പൻ്റെ മക്കളെ സമർപ്പിക്കുമ്പോൾ വല്യപ്പച്ചനെയും വല്യമ്മച്ചി കൂടെ വിളിച്ചപ്പോൾ വല്യപ്പച്ചനും വല്യമ്മച്ചും വന്ന് നിൽക്കുമ്പോൾ ഇന്നിരിക്കുന്ന ആർക്കും അന്നുണ്ടായിരുന്ന പലരും ഇന്നില്ല. എങ്കിലും ഒത്തിരി പേർക്ക് അറിയാത്തൊരു ഓർമ്മ എൻ്റെ മനസ്സിരിപ്പുണ്ട്, ഈ വല്യപ്പനെ ഞാൻ പിടിച്ചു കെട്ടുന്നത്. ഇന്ന് ആ വല്യപ്പൻ ഭ്രാന്തനല്ല, ഇന്ന് ആ വല്യപ്പന് കൊച്ചുമക്കളുണ്ട്. അന്ന് വല്യപ്പൻ ചെറുപ്പക്കാരന്. മനസ്സിടറിപ്പോകുന്നവൻ്റെ ലോകത്തൂടെ ഭ്രാന്താന്ന് വിളിക്കപ്പെട്ട ഒരുവൻ എന്നും സൗഖ്യമാക്കാൻ വരും. എന്താ കാര്യം ചോദിച്ചാൽ അവൻ്റെ വേദന, അവൻ്റെ വീട്ടുകാരുടെ വേദന അറിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് യേശു എന്ന. കരമടിച്ച് സ്തുതിച്ച് മനസ്സൊക്കെ ഇങ്ങനെ തളരുമ്പോൾ, മനസ്സിടറിപ്പോകുമ്പോൾ അവരുടെ ലോകത്തൂടെ വരുന്ന ഒരുവൻ, അവരുടെ പേര് ക്രിസ്തു എന്ന. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിടറിപ്പോയ ഒത്തിരി മക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കർത്താവിനെ ഞാൻ കണ്ടു.
ഡിപ്രഷൻ്റെ ലോകത്തൂടെ, മരുന്നുകളുടെ ലോകത്തൂടെ വല്ലാതെ ചടച്ചു പോയി. ഇനി ഒരു കല്യാണമോ ജീവിതമോ ഒന്നുമില്ലെന്നൊക്കെ ചിന്തിച്ചവർ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ പോകുമ്പോൾ ഒരു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അറിയാം. മാനസിക ദാരിദ്ര്യം കൊണ്ട് ഭാരപ്പെടുന്നവൻ്റെ ലോകത്ത് വരുന്ന ക്രിസ്തു. സെമിനാരിൽ പഠിക്കുന്ന ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. എന്നാൽ ചെറുപ്പത്തിൻ്റെ കുറച്ചുള്ളൊരു ഉത്സാഹവും പിന്നെ കുറച്ച് ആദർശങ്ങളൊക്കെ മനസ്സിലിരിക്കുമ്പോൾ എന്നൊരു സമയം കൂടെ കോളേജിലുണ്ടായിരുന്നൊരു കോളേജ് മേറ്റ് ഇതുപോലെ മനസ്സ് താളം തെറ്റിപ്പോയി. ആ സഹോദരൻ ഹൈപ്പറായി, ഒത്തിരി പ്രശ്നങ്ങളായി. ഒടുവിൽ കോളേജ് അധികൃതർ തീരുമാനിച്ചു അദ്ദേഹത്തെ പറഞ്ഞു വിടണം. വേറെ ഓപ്ഷൻ അവിടെ മുമ്പില്ല. അന്നത്തെ ഒരു ആവേശത്തിലും ആദർശത്തിലുമൊക്കെ ഞാൻ അന്നത്തെ അക്കാഡമിക് ഡീനായിരുന്ന ആളുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞു വിടുന്നത് ശരിയാണോ? അപ്പോൾ ആ വന്യ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അങ്ങനെ വിടാതിരിക്കാൻ ഒക്കില്ല. കാരണം കോളേജിൽ അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, പ്രത്യേകിച്ച് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്, അത് കോളേജിനെ ബാധിക്കും. പിന്നെ വയലൻ്റായി എന്തുവാ ചെയ്യുക? രാത്രി വല്ലവരും കൊന്നെങ്കിൽ എന്തോ ചെയ്യും? കാരണം അവൻ ചിലപ്പം വയലൻ്റാവും, ചിലപ്പം ഡിപ്രഷനാവും. ഏറ്റവും വലിയ കാര്യം അവൻ്റെ കൂടെ നടക്കാൻ ഒരാൾ വേണം. അതാരും കിട്ടുന്നില്ല, ആരും റെഡിയല്ല, എല്ലാവർക്കും പേടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതൊരു അച്ഛനായിരുന്നു. അച്ഛൻ സമ്മതിച്ചാൽ ഞാൻ ആ സഹോദരനെ നോക്കാം. അച്ഛൻ പറഞ്ഞു, പ്രിൻസ്, യു ആർ ടേക്കിംഗ് എ വെരി 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 ഗ്രേറ്റ് റിസ്ക്. ഇറ്റ്സ് നോട്ട് ഈസി ആസ് യു തിങ്ക്. ഞാൻ പറഞ്ഞു, ടാസ്ക് എന്നൊക്കെ പറഞ്ഞു, റിസ്ക് എടുക്കാനില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് ഇങ്ങനെ ജീവിക്കുക? നമുക്കൊരു ചെറിയ റിസ്ക്കൊക്കെ എടുക്കണ്ടേ? ശരി, നിനക്ക് റിസ്ക് എടുക്കാമെങ്കിൽ ഞാൻ സമ്മതിക്കാം, പക്ഷേ ഇത് നിൻ്റെ മാത്രം ഉത്തരവാദിത്വം. കുഴപ്പമില്ല അച്ഛാ. അങ്ങനെ ആ സഹോദരൻ എൻ്റെ കൂടായി. ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയത് ഞാൻ. അതിൻ്റെ ഒരു ചെറിയ ഒരു സന്തോഷം. ചിലപ്പോൾ ഹൈപ്പറാകും, ചിലപ്പം ഡിപ്രഷനാകും. കാലം മുമ്പോട്ട് പോയി. ഞാൻ ആ കോളേജ് വിട്ടു. പക്ഷേ ആ സുഹൃത്ത് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയൊക്കെ അദ്ദേഹം അത് പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുത്തു. ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരു വട്ടമൊക്കെ കണ്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല, പിന്നെ കോണ്ടാക്റ്റ് ഇല്ല. ദീർഘവർഷങ്ങൾ മുന്നോട്ട് പോയി, ഒത്തിരി വർഷങ്ങൾ മുന്നോട്ട് പോയി. ആ സുഹൃത്ത് പഠിച്ചു, വലിയ ആളായി, ഉത്തരവാദിത്തപ്പെട്ട ആളായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ പ്രസ്ഥാനം തന്നെ അമേരിക്കയിലേക്ക് ഡെപ്യൂട്ടേഷൻ വിടുക. അമേരിക്കയിലേക്കുള്ള ഡെപ്യൂട്ടേഷന് കുടുംബമായിട്ട് യാത്രയാകുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ആ സഹോദരൻ പോകുമ്പോൾ കാറിലിരുന്നു കൊണ്ട് ചിന്തിച്ചു, അന്ന് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രിൻസ് ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് നടന്നേ. അവൻ എവിടെ ആയിരിക്കും? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നെടുമ്പാശ്ശേരിയിലോട്ട് പോകുമ്പോൾ ഒരു കൺവെൻഷൻ്റെ ഫ്ലെക്സ് കണ്ടു. ആ ഫ്ലെക്സിൽ എൻ്റെ ഫോട്ടോ കണ്ടു. അദ്ദേഹം ആ ഫോട്ടോ പെട്ടെന്ന് എടുത്തിട്ട് ആ ഫ്ലെക്സിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് എയർപോർട്ടിൽ ചെന്നു, കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ ആ ഫ്ലെക്സിൻ കണ്ടിരുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് എൻ്റെ നമ്പർ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഞാൻ അമേരിക്കയിലുണ്ട്. അദ്ദേഹം അമേരിക്കയിലാണ്. അപ്പം ഞാനതിന് അമേരിക്കയിലുണ്ട്. അവിടുത്തെ ലോക്കൽ കോൺടാക്ട് നമ്പർ കിട്ടി എന്നെ തപ്പി വന്നപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് ആ സഹോദരൻ പറഞ്ഞു, ഇന്ന് ഞാൻ വലിയൊരാളാണ്, അറിയപ്പെടുന്ന ഒരാളാണ്, ആ പ്രസ്ഥാനത്തിൽ വലിയ അറിയപ്പെടുന്ന ഒരാളാണ്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം കൊണ്ട് സെറ്റിലായി. പക്ഷെ മനസ്സ് തളർന്നു പോയ അന്ന് നീ എന്നെ കൊണ്ട് ഇങ്ങനെ കുറേ നടന്നില്ലേ? നീ എന്നെ കൊണ്ട് നടന്നതുകൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ആയില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ 1 വർഷം ഞാൻ ഒരുവനെയും കൊണ്ട് നടന്ന. അപ്പോൾ അവൻ വയലൻ്റ് ആകുമ്പോൾ, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ, ആ സഹോദരന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ അധ്വാനം പാഴാകല്ലേ, അവൻ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളാണ്. എനിക്കൊരു കർത്താവിനെ അറിയാം. മനസ്സിടറിപ്പോകുന്നവിടെ ലോകത്തൂടെ ഇങ്ങനെ വരുന്നൊരു ക്രിസ്തു. മനസ്സിടറിപ്പോകുന്നവിടെ ലോകത്ത് എന്നും ക്രിസ്തുവാണ്. എനിക്ക് ഭയമാ കർത്താവേ, എനിക്ക് പേടിയാന്ന് വരുന്നവിടെ ലോകത്ത് ഗതസമനെ വന്ന ക്രിസ്തു വരും. ഈ രാത്രി ആരുടെയൊക്കെയോ ലോകത്തൂടെ അടുത്ത് വരുന്നൊരു കർത്താവ് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അരക്കാശിന് മുതലില്ലാതെ, തലചായ്പാനിടമില്ലാതെ ദരിദ്രനായി തീർന്ന ക്രിസ്തു മനസ്സ് ദരിദ്രമാകുന്നവൻ്റെ ലോകത്തുണ്ട്. ഒരു രാത്രി ഞാൻ അങ്ങനെ ഇങ്ങനൊന്നും പേടിക്കുന്ന ഒരാളല്ല. പെട്ടെന്നൊന്നും എനിക്ക് പേടി വരത്തുമില്ല. അത് ഞാൻ വലിയ അഹങ്കാരമൊന്നും പറയല്ല. എൻ്റെ കഴുത്തെ വടിവാൾ വെച്ചുകൊണ്ട് നേരം വെളുക്കോളം ഒരുത്തം നിന്ന. അപ്പം ഞാനോർത്ത് അവൻ്റെ കൈ കഴിക്കട്ടെ. എനിക്കറിയാൻ പെട്ടെന്നൊന്നും പോകുന്നില്ല. ഒത്തിരി നേരം നിന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, കാല് കഴിക്കുന്ന ഇരുന്നോട്ടം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞിരുന്നോളാൻ പറഞ്ഞു. ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ കഴുത്തെ അവൻ വീണ്ടും കഴിച്ചുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ കൈ കഴിച്ചിട്ട് അവൻ പോയി. വെളുപ്പിനെ 3 മണിയായപ്പോൾ അവൻ പോയി. അത്രയേ ഉള്ളൂ. ശരിക്കും ഒരു പേടിയൊന്നും തോന്നി. എനിക്ക് ഭയങ്കര കൂളാണ്, ദൈവം തന്നൊരു കൃപയുടെ. അപ്പം അങ്ങനൊന്നും പേടിക്കത്തില്ല. പക്ഷേ ഒരു രാത്രി എനിക്കൊരു ഭയം കയറി. ആ ഭയം വെള്ളപ്പൊക്കത്തിനൊക്കെ ശേഷം ഉണ്ടായൊരു ഭയമാണ്. ആ ഭയം എന്നെ വല്ലാതെ വേട്ടയാടി. അതെന്താണെന്ന് എനിക്കും അറിയില്ല. അന്ന് രാത്രി ഞാൻ വല്ലാതെ പേടിച്ചു. മനസ്സും ശരീരവും എല്ലാം തടഞ്ഞു.
ഞാൻ വൈഫിനോട് പറഞ്ഞിട്ട് ഹോളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ആ ഹോളിൽ പോയിരുന്ന് ആ വെള്ളം കയറിയ താഴത്തെ ഹോളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചാക്കോ സാറിനെ വിളിച്ചു, എൻ്റെ കൂടെ വന്നിരിക്കണേ. സാറ് വന്നതിൻ്റെ കൂടെ വെളുപ്പിനെ 3 മണി വരെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയില്ല. വെളുപ്പിനെ ആയപ്പോൾ അദ്ദേഹം പോയി. അന്നേരം ഞാൻ ഒന്ന് കണ്ണ് മയക്കം കയറിയപ്പോൾ എൻ്റെ വൈഫ് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ആരോ വീട്ടിൽ വന്നിരിക്കും. നേരം വെളുക്കുന്നേ ഉള്ളൂ. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ നേരം വെളുത്ത് വരുന്നുള്ള ആളെ കട്ടിച്ച് കണ്ടറിയും. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? ഒത്തിരി ദൂരെ നിന്ന് വരികയാണ്. ഒന്നുമില്ല, എനിക്ക് വെളുപ്പിനെ ഇതുവഴി പോയതാണ്. വണ്ടി ഇവിടെ കിടക്കുന്ന കണ്ടുകൊണ്ട് പാസ്റ്റർ കാണുമെന്ന് വെച്ചുകൊണ്ട് കയറിയ. എന്താ സഹോദര, നമുക്കൊന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി വല്ലാതെ പേടിച്ചോ? ഞാൻ ചോദിച്ചു, എന്താ പറ്റി? അല്ല, പേടിച്ചോ? ഞാൻ ചോദിച്ചു, എന്താ കാര്യം? പേടിച്ചോ ഇല്ലെന്ന് പറയാം. ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞു. കാരണം സത്യമാണത്. അദ്ദേഹം പറഞ്ഞു, രാത്രി 2 മണിയായപ്പം കർത്താവ് വന്നെന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, പ്രിൻസ് പാസ്റ്റർ നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. നീ വെളുപ്പിനെ ഇപ്പം തന്നെ ചെന്നിട്ട് പറയണം, പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയണം. ആ വചനമൊക്കെ പറഞ്ഞപ്പം എനിക്കകത്തൊന്ന് വിട്ടുപോയൊരു ഭയമുണ്ട്. അപ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാം. ഞാനിങ്ങനെ ഭയപ്പെട്ടപ്പം അത് ആരും അറിഞ്ഞില്ലെങ്കിലും ദൂരെ നിന്ന് ഒരാളെ അറിയിച്ച് പറഞ്ഞു വിട്ട കർത്താവ് ഇന്നും ദരിദ്രം അനുഭവിക്കുന്നതിൻ്റെ ലോകത്തോടൊക്കെ വരും. എത്ര വലിയവരും ഈ ദാരിദ്ര്യത്തിലൂടെയൊക്കെ ചില നിമിഷങ്ങളിൽ കടന്നു പോകാം. പക്ഷേ മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണയ്ക്കും. ഭയപ്പെടേണ്ടെന്ന് പറയുന്നൊരു കർത്താവ് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാ? മനസ്സിന് ദാരിദ്ര്യങ്ങൾ, ഭ്രാന്തൻ മാത്രമല്ല, ആങ്സൈറ്റി ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വയ്യാന്നവർ, പെട്ടെന്ന് അതങ്ങോട്ട് കൂടിയ ഹൃദയം ഇടിപ്പ് കൂടുന്ന പോലെ തോന്നുന്നവർ, പിന്നെ തലയുടെ ഞരമ്പൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പോലെ, രാത്രി ഉറക്കമില്ലാത്ത അനുഭവം, ദുസ്വപ്നങ്ങൾ കണ്ട് പേടിക്കുന്നവർ, ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളുടെ ലോകത്ത് വരുന്നൊരു ക്രിസ്തുവുണ്ട്. മനസ്സിന് സമ്പന്നത തരുന്നൊരു ദൈവം. യേശുവിൻ്റെ നാമത്തിൽ മാനസികമായ ദാരിദ്ര്യത്തിൽ സമ്പന്നാക്കുന്ന ക്രിസ്തു വചനം, ക്രിസ്തു സാന്നിധ്യം ഈ രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ അകത്തുനിന്ന് ആ ഭയത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ആ നിരാശയുടെ സ്പിരിറ്റ് വിട്ടുപോകട്ടെ. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട കൊടുക്കുന്ന ദൈവകൃപ അനുഭവിക്കട്ടെ. ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്ത് അല്പസമയം കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച്, ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്ത് അല്പസമയം ശക്തിയോടെ കരങ്ങളടിച്ച് സ്തുതിച്ച്, എല്ലാവരും സ്തുതിച്ച്. ഭയത്തിൻ്റെ ആത്മാവ് വിട്ടുപോകട്ടെ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ചെന്നെ മാർവോട് അണയ്ക്കുന്ന ദൈവം ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. റഗന ശബന ഹതന റിഗന. കല്യാണമുക്ക് ദേശമേ, ഞങ്ങളുടെ ദേശമേ, ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ ഇന്നുകൊണ്ട് പറയട്ടെ, ഞങ്ങളുടെ സഭകൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നും ഞങ്ങൾക്കതിന് മടിയൊന്നുമില്ല. ഭ്രാന്തരെ കെട്ടിയിട്ട് പ്രാർത്ഥിച്ച് വിടിവിച്ച സഭാപാരമ്പര്യവും ആത്മീയ അനുഭവങ്ങളും പൈതൃകങ്ങളും മനസ്സിലേറ്റി ആ ഓർമ്മയുടെ നിറവിൽ നിന്നുകൊണ്ട് പറയട്ടെ, ഇന്നും യേശു വരും. ആരുടെ ലോകത്ത്? മനസ്സ് തളർന്നു പോകുന്നവൻ്റെ ലോകത്ത്, അവൻ്റെ ലോകത്ത് വരുന്ന ക്രിസ്തു ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ദേശമേ, ദരിദ്രൻ്റെ ലോകത്തൂടെ നടക്കുന്ന കർത്താവ് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും സ്തുതിച്ച്. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്ത് അണച്ചെന്നെ മാർവോട് അണയ്ക്കുന്ന യേശു ആ വെളുപ്പിനെ എൻ്റെ വീട്ടിൽ എവിടെയോ ദൂരെ നിന്നൊരു സഹോദരനെ പറഞ്ഞയച്ച കർത്താവ്, ഒരു ദൈവദൂതനെ പോലെ ആ സഹോദരൻ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരാളും അത് അറിഞ്ഞില്ലെങ്കിലും അതറിയുന്നൊരു കർത്താവുണ്ട്. ഒറ്റയാളും അത് അറിഞ്ഞില്ലെങ്കിലും അതറിയുന്ന ഒരു കർത്താവുണ്ട്. ഈ രാത്രി ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നൊരച്ചവനെ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നൊരച്ചവനെ. വാഴ്ത്തുവേ എൻ്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുന്നേ, നന്ദിയോടെ ഞാൻ പാടിടുന്നേ. ഓ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുന്നേ, നന്ദിയോടെ ഞാൻ പാടിടുന്നേ. തിരുവിതമിക തിരച്ചിടുവാൻ
ഞാനിപ്പോൾ വന്നിടുന്നേ തിരുഹിതമിക തികച്ചിടുവാൻ ഞാനിപ്പോൾ വന്നിടുന്നേ എന്റെ വേലയെ തികച്ചുകൊണ്ടേ നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ എന്റെ വേലയെ തികച്ചും കൊണ്ട് എന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുന്നേ നന്ദിയോടെ ഞാൻ പാടിടുന്നേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുന്നേ നന്ദിയോടെ ഞാൻ പാടിടുന്നു നന്ദിയോടെ ഞാൻ പാടിടുന്നു നന്ദിയോടെ ഞാൻ പാടിടുന്നു. ദരിദ്രൻ ഭാഗ്യവാനാണ്. ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം. ദരിദ്രനെ എന്നേക്കും മറന്നു പോകാത്ത, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത കർത്താവ്. അപ്പോൾ ഭൗതികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, മാനസികമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ പേരെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കരം തൊട്ട് സുഖപ്പെടുത്തുന്ന എളിയദാസ കണ്ടു. ക്രോണിക് ഡിപ്രഷനിലൂടെ കടന്നുപോയവർ, കട്ടിലൊക്കെ ഇങ്ങനെ കമന്ന് കടന്നുപോയ മക്കൾ, മിടുക്കരായ മക്കളൊക്കെ വന്ന് മുറിക്കകത്ത് കിടക്കുമ്പോൾ, ഇറങ്ങാതെ കിടക്കുമ്പം മനസ്സ് തകർന്ന് അമറിക്കരയുന്ന മാതാപിതാക്കൾ. പക്ഷേ അവരെയൊക്കെ ഇങ്ങനെ കരം പിടിച്ച് ഉയർത്തുന്ന ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. എന്തിനാ? നമ്മുടെ മനസ്സിൻ്റെ ദാരിദ്ര്യത്തെ മാറ്റാൻ. മനസ്സിൻ്റെ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്ന കെമിക്കൽ ഇൻബാലൻസൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അതുണ്ടാകാം. ഓരോ പ്രശ്നങ്ങളും ചില അഗ്രവേറ്റ് ചെയ്യിക്കും. ചെറിയ പ്രശ്നങ്ങളായിരിക്കാം അവർക്കത് സീരിയസ് ആക്കുന്നത്. പക്ഷേ അവിടെ ലോകത്തൊരു കർത്താവ് വരും. ഈ രാത്രി ആ കർത്താവ് എൻ്റെ ദേശത്ത് വന്നിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദരിദ്രൻ്റെ ലോകത്തൂടെ നടക്കുന്ന കർത്താവ് ഒഴുമ്പാർ ദേശത്ത് വന്നിട്ടുണ്ട്. എന്തിനാണ്? ദരിദ്രനെ സമ്പന്നാക്കാൻ. എന്തുകൊണ്ടാണ് ദരിദ്രൻ ഭാഗ്യവാൻ എന്ന് പറയുക? നമ്മുടെ സമ്പന്നതയേക്കാൾ കൂടുതൽ കർത്താവിനെ അറിയാൻ കഴിയുന്നത് നമ്മുടെ ദാരിദ്ര്യത്തിലാണെന്നുള്ളതാണ്. ദാരിദ്ര്യത്തിലാണ് കൂടുതൽ ക്രിസ്തുവിനെ അറിയാൻ കഴിയുക. മൂന്നാമത്തെ ഒരു ദാരിദ്ര്യ മേഖലയാണ് സാമൂഹ്യമായ ദാരിദ്ര്യമുണ്ട്. സാമൂഹ്യമായ ദാരിദ്ര്യം എന്താണ്? സോഷ്യൽ പോവർട്ടി. അതൊരു കാസ്റ്റ് സിസ്റ്റം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ദാരിദ്ര്യമുണ്ട്. മറ്റൊന്ന് കുടുംബ പശ്ചാത്തലങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദാരിദ്ര്യങ്ങളുണ്ട്. എത്ര വലിയ കുടുംബമൊക്കെ ആണെങ്കിലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ പരാജയപ്പെട്ടൊക്കെ പോകും. പക്ഷെ ചില തമ്പുരാൻ ഇങ്ങനെ ഉയർത്തും. തമ്പുരാൻ്റെ വചനത്തിലൊരു പ്രത്യേകതയുണ്ട്. ദരിദ്രനെ എവിടെ നിന്ന് ഉയർത്തും? കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരിക്കും. അവരിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മിടുക്കനാണ്, പഠിച്ച് വലിയൊക്കെ ആളായി. അപ്പം കല്യാണമൊക്കെ ആലോചിച്ചപ്പം അപ്പുറത്തെ ആൾക്കാരടക്കം പറയുന്നു. കാരണവന്മാർ പറഞ്ഞു കൊടുക്കുക, സംഭവം നല്ല കുടുംബമാണെങ്കിൽ, പയ്യൻ നല്ലൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പയ്യനെ നോക്കി കെട്ടുന്നുണ്ടെങ്കിൽ കെട്ടിക്കോണം, അല്ലെങ്കിൽ വേണ്ട. അതിൻ്റെ കാര്യം പയ്യൻ്റെ വല്യപ്പൻ്റെ അപ്പം നമ്മുടെ ടാപ്പിങ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത്. അപ്പോൾ അവിടെ മറ്റൊരു സാക്ഷ്യം കേട്ടു. വെളുപ്പിനെ കൂനിക്കൂടി നടുവളഞ്ഞ് റബ്ബറിന് വലയം വെച്ച് ടാപ്പ് ചെയ്യുമ്പോൾ ആ വല്യപ്പനും വല്യമ്മച്ചി വിളക്ക് കാണിക്കാനുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കൊച്ചുമക്കൾക്കെങ്കിലും ഈ ഗതികേട് വരല്ലേ. പിന്നെ കിട്ടിയ ഒട്ടുപാലിൻ്റെ കാശുമായിട്ട് ആലയത്തിൽ വന്ന് ദശാംശം കൊടുത്ത് ദൈവദാസന്മാരെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് പിന്നെ യോഗം നടത്തിയപ്പോൾ കർത്താവ് ഈ ദരിദ്രനെ കുപ്പയും ഉയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തും ദൈവ. കുടിയൻ്റെ മക്കളെന്നൊക്കെയുള്ള പേര് അത് മാറാൻ പാടാ. പക്ഷേ ഞാൻ കണ്ടു ഒത്തിരി ഇങ്ങനെയുള്ള പേരുകൾ സോഷ്യലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളവരെ കുപ്പയും ഉയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തുന്ന കർത്താവ്. ഒരിക്കൽ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയി. വലിയൊരു വീടാണ്. ആ വീടിൻ്റെ അവസ്ഥയൊക്കെ മാറി. അപ്പം ഞാൻ ശരിക്കും അവരെ കണ്ടപ്പോൾ ഓർത്ത് ഈ വീട് അവർക്ക് ആരോ റെൻറ്റിന് കൊടുത്തേക്കായിരിക്കും. പക്ഷെ നോക്കിയപ്പോൾ ഭിത്തി നിറച്ച് അവരുടെ ഭാര്യയും ഭർത്താവും പ്രായമായി, ഇവർ മധ്യവയസ്കരാണ്. നല്ല ഫോട്ടോസൊക്കെ ഇങ്ങനെ ഭിത്തിയിരിക്കുക. കുറേ ഫോട്ടോസുണ്ട്. ഈ പിള്ളേരൊക്കെ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് വിടുന്ന പോലെ കുറേ ഫോട്ടോസ്. അപ്പം ഞാനോർത്ത് ഇവർക്ക് ഒന്നീ ഫോട്ടോ മാനിയായിരിക്കും, അല്ലെങ്കിൽ വയസ്സാം കാലത്ത്. അപ്പോൾ എൻ്റെ നോട്ടം കണ്ടപ്പം അച്ചായൻ പറഞ്ഞു, ഇതൊരു സാക്ഷിയാണ്. ഞാൻ ചോദിച്ചു, അതന്നെ. എൻ്റെ ഭാര്യ ഒരു പാവം പിടിച്ച സഹോദരിയായിരുന്നു.
അവിടെ കല്യാണത്തിന് മുമ്പ് ഒത്തിരി പേര് അവളോട് പ്രവചനം പറഞ്ഞു. ദൂത് പറഞ്ഞതല്ല, മകളെ നിൻ്റെ കല്യാണം വലിയ കല്യാണമായിരിക്കും, ഭയങ്കര ആളായിരിക്കും, അതിനകത്ത് വലിയ ഉന്നതരൊക്കെ പങ്കെടുക്കും, MLA-മാർ MP-മാരൊക്കെ കാണും, വലിയ കല്യാണമായിരിക്കും. ദൂതൊത്തു, സമൂഹ വിവാഹമായിരുന്നു. ഒത്തിരി പേര് വന്നു, MP വന്നു, MLA വന്നു, സമൂഹവാദി എല്ലാവരും വരത്തില്ലേ വന്നു. അതുകൊണ്ട് ആൽബം ഇല്ലായിരുന്നു. ആൽബം ആരാണ്ട് എടുത്തു, ആൽബം ഇല്ലായിരുന്നു. അന്നൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഒരു ആൽബം വേണം. പിന്നൊരു ഭൂതൊക്കെ പറഞ്ഞ് ആരോ ശുശ്രൂഷ ഒരു സ്റ്റുഡിയോക്കാരൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ്റെ കലാവിരുതായി കാണില്ല. അവൻ്റെ സന്തോഷത്തിന് അവൻ ചെയ്തു വെച്ച എവിടെയോ ആൽബം ഇല്ലാത്തതിൻ്റെ ഒരു മുറിവ് തമ്പുരാൻ അങ്ങ് മാറ്റി അവൻ ചെയ്തതാണ്. എന്നിട്ട് നല്ലൊരു വീട്. അപ്പം ഞാൻ ചോദിച്ചു തൊട്ടപ്പുറത്തൊരു പഴയ വീടെന്നൊന്നും പറയാനില്ല, അതൊരു ഓലപ്പുര അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് കുറച്ച് പൈസ കിട്ടും, പക്ഷേ അതിന് ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ആ പൈസ കിട്ടത്തുള്ളൂ. അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, ജാതിയുടെ ഒരു സർട്ടിഫിക്കറ്റ്. അദ്ദേഹം പറഞ്ഞു അത് വേണ്ടാന്ന് വെച്ചു. അത് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ആ സംഭവം കിട്ടിയില്ല. കാലം മുമ്പോട്ട് പോയപ്പം ഒറ്റയാൾ വെച്ച് തന്ന വീടായത്. ആ വീടിൻ്റെ വലിപ്പമൊക്കെ ഗൾഫുകാർ നോക്കിയാൽ വെക്കാൻ പാടാ. ഒരാൾ വെച്ച് കൊടുത്ത വീട്ടിൽ ഈ ഫോട്ടോ എല്ലാം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സോഷ്യൽ സ്റ്റാറ്റസ് ഇങ്ങനെ മാറ്റുന്ന ദൈവമുണ്ട്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഇങ്ങനെ ഉയർത്തിയിട്ട് പ്രഭുക്കന്മാരുടെ പന്തിക്കൊണ്ടിരുത്തും. എൻ്റെ കർത്താവ് എന്നും ദരിദ്രൻ്റെ ലോകത്താണ്. സാമൂഹ്യ ദാരിദ്ര്യം മാറ്റുന്ന ഒരു കർത്താവുണ്ട്. ഇന്നും ക്രിസ്തു ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എന്നിട്ട് പ്രഭുക്കന്മാരുടെ പന്തിക്കൊണ്ടിരുത്തും. മനസ്സിലാക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവ് എന്നും ദരിദ്രൻ്റെ ലോകത്താണ്. സ്ഥിതിയൊക്കെ മാറ്റും. അതുകൊണ്ടാണ് വചനം പറയുക, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും. കൂട്ടത്തിലൊക്കെ ആണെങ്കിലും സോഷ്യൽ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ. അതാദ്യം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവനിച്ചിരി ക്ഷീണിച്ചു പോയി, അവൻ മാത്രം ആ വീട്ടിൽ ക്ഷീണിച്ചു. അതെപ്പോഴും നോക്കി അറിയാം. എല്ലാവരും കടന്നു വരുമ്പോൾ ഒരു സഹോദരൻ മാത്രം താണുപോകും. ഒരു സഹോദരൻ മാത്രം താണുപോയപ്പം ചേട്ടൻ്റെ മോടെ കല്യാണത്തിന് ഉറപ്പിക്കാൻ പോകുമ്പോൾ എല്ലാ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി. അപ്പോൾ അവനോട് മാത്രം പറഞ്ഞു, നീ മാത്രം വന്നാൽ മതി, നിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് കോവിഡ് ആയതുകൊണ്ട് എണ്ണം കുറയ്ക്കാൻ, നിൻ്റെ ഭാര്യയും കൊച്ചുങ്ങളും വേണ്ട. അപ്പോൾ അവന് സങ്കടമായി. ബാക്കി എല്ലാവരും ഉണ്ട്. പോയാൽ അവൾ പിണങ്ങും, പോയില്ലേ ഇവർ പിണങ്ങും, പോയാൽ ഇവൾ പിണങ്ങും, പോയില്ലേ അവർ പിണങ്ങും. പക്ഷേ എന്തുകൊണ്ടാണ് ഇവനെ മാത്രം ഒഴിവാക്കി? ഒറ്റക്കാരിയാണ്. സാമൂഹ്യമായി ഇച്ചിരി മോശമാകുന്നവർ എല്ലാ കാലത്തും ഒഴിവാക്കപ്പെടും. ഇതൊക്കെ സത്യമാണ്. ഇതിനെ ഒന്ന് നമ്മൾ നോക്കിയിട്ട് നഗ്നതകളുടെ നിന്നൊക്കെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. പക്ഷേ എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദരിദ്രൻ്റെ സാമൂഹ്യ സ്ഥിതിയെ ഇങ്ങനെ ഉയർത്തുന്ന ദൈവമാണ്. കുപ്പയിൽ നിന്ന് ഉയർത്തിയിട്ട് പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തത്തില്ല. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. അവൻ ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്കൊന്നും ഭംഗം വരുത്തത്തില്ല. അപ്പം മൂന്നാമത്തെ സാമൂഹ്യമായ ദാരിദ്ര്യ. നാലാമത്തെ ഒരു ദാരിദ്ര്യ മേഖലയുണ്ട്. അത് ശാരീരികമായ ദാരിദ്ര്യ, ഫിസിക്കൽ പോവർട്ടി. ഇങ്ങനെ പെട്ടെന്നൊക്കെ ആയിരിക്കും മനുഷ്യർക്കൊക്കെ തളർച്ചയൊക്കെ ഉണ്ടാകുക. ആരോഗ്യമുള്ള മനുഷ്യരൊക്കെ തളർന്നു പോയാൽ അവരുടെ കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകും? ഡയാലിസിസിലൂടെ കടന്നു പോകുന്ന വരുമ്പോൾ, കീമോതെറാപ്പിയിലൂടെ കടന്നു പോകുന്ന വരുമ്പോൾ, പിന്നെ പെട്ടെന്ന് പാർക്കിൻസൺസും പാരലൈസ്ഡൊക്കെ ആകുമ്പോൾ അവൻ പെട്ടെന്ന് ശരീരത്തിൽ ദരിദ്രനാകും. ശാരീരികമായ ദരിദ്രം അവരെ മാത്രമല്ല, ആ കുടുംബത്തെ മുഴുവൻ ദരിദ്രത്തിലേക്ക് കൊണ്ടുപോകും. ആ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ കുടുംബം മുഴുവൻ ഡിസ്റ്റർബ്ഡ് ആകും. കാരണം ചികിത്സയുടെ പൈസ. അപ്പം പിന്നെ എത്ര സ്നേഹം ഉണ്ടെങ്കിലും കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പം മനുഷ്യരൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് തളരും. പക്ഷേ ആ ദാരിദ്ര്യ മേഖലയിൽ കൂടെ ഇരിക്കുന്ന ദൈവമുണ്ട്. അങ്ങനെ അനേകർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരെ എനിക്കറിയാം. അങ്ങനെയുള്ളവരുടെ ലോകത്തൂടെ വരുന്ന കർത്താവുണ്ട്. ആ സഹോദരി എളിവരെ കാണാൻ വരുമ്പോൾ അവൾ ക്രച്ചസിലാണ് വരിക. അവൾക്ക് നടക്കാനൊക്കത്തില്ല. അവളുടെ പേര് അഡ്വക്കേറ്റ് സ്മിത. ഹൈക്കോടതി ജോലി ചെയ്യുന്നൊരു വക്കീലാണ്. താനും തൻ്റെ ഭർത്താവും കൂടെ കോവിഡിൻ്റെ ആ മൂർധന്യ സമയം ആ ഒരു ടൈമിൽ ഞങ്ങളെ കാണാൻ വരുമ്പോൾ അവൾക്ക് നടക്കാനൊക്കത്തില്ല. അവൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സഹോദരൻ അവളെ തോളിലെറ്റിക്കൊണ്ടുവന്നാണ് കൊണ്ടിരുത്തുക. പിന്നെ ആ സഹോദരി എഴുന്നേക്കാനൊക്കാത്തത് കൊണ്ട് മുമ്പിൽ വന്ന് കുനിഞ്ഞ് ആ തോളിൽ പിടിച്ച് കോരിയെടുത്തുകൊണ്ട് ഇരുത്തുന്നു. അവൾക്ക് സ്റ്റെപ്പുകൾ കയറാനൊക്കത്തില്ല. പക്ഷേ എൻ്റെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം ആ സഹോദരിക്ക് കൊടുത്തു. പെട്ടെന്ന് വലിയ അത്ഭുതമൊന്നും നടന്നില്ല. യഹോവ റാഫ എന്ന് വിശ്വസിച്ച് തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല എന്നുള്ള പാട്ട് പാടി
ആ സഹോദരനും സഹോദരിയും കുഞ്ഞുങ്ങളും കൂടെ പ്രാർത്ഥനയിൽ ഓരോ ഘട്ടങ്ങളിൽ ദൈവം അവളെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഏതാണ്ട് 60 സ്റ്റെപ്പുള്ള ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ട്, എന്നും ജോലിക്ക് പോകുന്നുണ്ട്. ഒറ്റ കാര്യം, ശാരീരിക ദാരിദ്ര്യങ്ങൾ ഇറങ്ങി വരുന്ന കർത്താവുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ വചനം പറയുന്നു, അവിടുത്തെ അട്ടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പിണരുകളാൽ സൗഖ്യം തന്നൊരു കർത്താവുണ്ട്. അവർ മരണവാദിനോട് സമീപിച്ചു, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ വിടുവിച്ചു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ശാരീരിക ദാരിദ്ര്യത്തിൽ സൗഖ്യം തരുവാൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിന് മേൽ ദൈവിക ആരോഗ്യം വായിക്കട്ടെ. സ്പോൺലൈസിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില മേഖലകളുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ രാത്രി വയ്ക്കപ്പെടും. അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം, കർത്താവിൻ്റെ കരം വെക്കും. അസ്ഥിയുമായി ബന്ധപ്പെട്ട ചില മേഖലകളുടെ മേൽ ദൈവിക രോഗസൗഖ്യം ഈ രാത്രി വ്യാപരിക്കും. എല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ട്. കാരണം വചനം പറയുന്നു, നാം രോഗസൗഖ്യം, പാപമോചനം ഉള്ളിടത്ത് രോഗസൗഖ്യം പ്രസംഗിക്കപ്പെടണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം തകർന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? രോഗം വരുമ്പോൾ മനുഷ്യൻ വൈരൂപ്യപ്പെടും. ഒരു കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒറ്റ മുടി കാണില്ല. മുടിയൊക്കെ ഇല്ലാതെ വരുമ്പോൾ അങ്ങനെയുള്ള എത്രയോ സുഹൃത്തുക്കൾ, ഞാൻ എത്രയോ പേരുമായിട്ട് ബന്ധമുണ്ട്. സഹോദര, കുഴപ്പമില്ല, നമുക്കൊന്ന് കറങ്ങാൻ പോ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ ഇങ്ങനെ ഇരിക്കില്ലെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ സങ്കടമാണ്. ആരും എന്നെ കണ്ടാൽ മനസ്സിലാകത്തില്ല. ചിലർക്കൊക്കെ വന്നില്ല, ചിലർ വരാൻ പോലും ആരും കാണാൻ പോലും ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഓരോരുത്തരുടെയും മനസ്സ് ഓരോ രീതിയിലാണ്. ചിലർക്ക് കാണുന്നേ ഇഷ്ടമില്ല. എന്താ കാര്യം? അവിടെ കണ്ടാൽ മനസ്സിലാകത്തില്ല. കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ആളെ കണ്ടാൽ മനസ്സിലാകത്തെന്നുള്ളൊരു ചിന്ത. അവരിങ്ങനെ മുടിയിലൊക്കെ തപ്പി നോക്കും, ഒറ്റ മുടി പോലും ഇല്ല. ശരീരം മുഴുവൻ ഇങ്ങനെ വൈരൂപ്യപ്പെട്ടിരിക്കുക. പക്ഷേ സ്വന്തം ശരീരത്തിൻ്റെ വൈരൂപ്യം കണ്ണാടി കൂടെ കാണുന്ന അവരുടെ ലോകത്ത് ആ കണ്ണാടി മറ്റൊരാളെ കാണാൻ കഴിയും. ഭയങ്കര സൗന്ദര്യമായിരുന്നു. ഉത്തമഗീതമൊക്കെ വർണ്ണിക്കുന്ന സൗന്ദര്യം എന്തൊരു സൗന്ദര്യമാണ്. പക്ഷേ കുരിശെടുത്തുകൊണ്ട് നടന്ന് എഴുന്നേറ്റും നടന്ന് മുഖം ഇടിച്ച് വീണ് മുഖത്തിൻ്റെ ഷേപ്പ് മാറി അവൻ്റെ മീശ പിഴുതെടുത്ത് കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായവൻ ഇന്നും രോഗം വൈരൂപ്യമാക്കിയവരുടെ ലോകത്തിങ്ങനെ വരും. രോഗം വൈരൂപ്യമാക്കിയവരുടെ ലോകത്ത് എത്രയോ പേരെ ഈ ദിവസങ്ങളിൽ കണ്ടു. സോറിയാസിസൊക്കെ വന്ന് ശരീരം ഇങ്ങനെ വികൃതമായി പോയ മക്കൾ. അതെൻ്റെ മനസ്സിന്, എനിക്ക് സോറിയാസിസ് വന്ന് വല്ലാതെ കഷ്ടപ്പെട്ടൊരു സമയമുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടൊരു സമയം. പ്രത്യേകിച്ച് പലതൊക്കെ ചെയ്ത് നോക്കി, പിന്നെ ആ ചെയ്തതെല്ലാം കോംപ്ലിക്കേഷൻ ആയപ്പം പിന്നെ ഒന്നും ചെയ്യാതായി. അന്ന് ഞാൻ അനുഭവിച്ചൊരു ദൈവസാന്നിധ്യവും ദൈവസൗഖ്യമുണ്ട്. പക്ഷേ ഒരിടത്ത് ഇരിക്കുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു വേദന മനസ്സിലാക്കിയത്. ഒരു വലിയൊരു പാർട്ടി നടക്കുക. ആ പാർട്ടി ഭയങ്കര ബൊഫയൊക്കെയുള്ള വലിയൊരു ഉന്നത പാർട്ടിയാണ്. വട്ടം ടേബിൾ ഇട്ട് ഒത്തിരി പേര് ആ വലിയ ഹോട്ടലിൽ ഇരിക്കുക. ഒരു റിസപ്ഷനാണ്. ഞാനും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ടേബിളിൽ എൻ്റെ ഇപ്പുറത്തൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ ദേഹം മുഴുവൻ എക്സീമ ഇങ്ങനെ വന്നിരിക്കുക, ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ എക്സീമ വന്ന കുഞ്ഞിങ്ങനെ ഒന്ന് ഇച്ച് ചെയ്തു. ആ കുഞ്ഞിങ്ങനെ ചൊറിഞ്ഞപ്പം ഇതിൻ്റെ സ്കെയിൽസ് ഇങ്ങനെ പറന്നപ്പോൾ അടുത്തിരുന്ന ആൾ രൂക്ഷമായിട്ടൊന്ന് നോക്കിയപ്പം ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയി കോറിഡോറിലിട്ട് അടിക്കുന്ന അപ്പനെ കണ്ടു. അപ്പം വല്ലാതെ പിച്ച്, അപ്പൻ്റെ കുറ്റമല്ല, ആ നോട്ടം അപ്പനും ബുദ്ധിമുട്ടായി. കുഞ്ഞെന്ത് ചെയ്യാനാ? ഞാൻ ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്ന് ആ കുഞ്ഞിന് ഒത്തിരി സൗഖ്യമുണ്ടെന്ന് പിന്നെ ഞാൻ കേട്ടു. കാരണം അവനെ ഒരു കാരണമില്ലാതെ അടിച്ചു. അവൻ്റെ അപ്പനെ ഞാൻ കുറ്റം പറയില്ല, അത്ര രൂക്ഷമായിരുന്നു അടുത്തിരുന്നവരുടെ നോട്ടം. ഹൈജീനിക്കല്ലേ. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് സഹിച്ചില്ല. പക്ഷേ ഏതൊരു രോഗം വന്ന് വിരൂപപ്പെട്ടവൻ്റെയും ലോകത്ത് വൈരൂപ്യപ്പെട്ട ഒരാൾ വരും. ക്രിസ്തുവാ. എനിക്കിന്ന് രാത്രി പറയാൻ മറ്റൊരാളില്ല. ഞാൻ കണ്ട ക്രിസ്തു ദരിദ്രൻ്റെ ലോകത്ത് ഇങ്ങനെ വരും. ഞാൻ കണ്ട ക്രിസ്തു വിരൂപപ്പെട്ടവൻ്റെ ലോകത്ത് വരും. മനസ്സ് തകർന്നവൻ്റെ ലോകത്ത് വരും. ബുദ്ധി കുറഞ്ഞവൻ്റെ ലോകത്ത് വരും. അവൻ്റെ ലോകത്ത് വരുന്നൊരു ക്രിസ്തുവുണ്ട്. തലയിലൊരു മുടി പോലും ഇല്ലാത്തവൻ്റെ മുഖം രൂപം വന്ന് വിരൂപപ്പെടുമ്പോൾ അവനും ഇവനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. കണ്ടാൽ ആളറിയാത്തവനായി മാറിയ ഒരു ക്രിസ്തു. എന്തൊരു സൗന്ദര്യമായിരുന്നു! എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ള 10,000-ലേറെ സുന്ദരൻ. പക്ഷേ യെശയ്യാ പറയുന്നു, അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ. അതുകൊണ്ട് വിരൂപപ്പെട്ടവൻ ഇന്നും വൈരൂപ്യപ്പെട്ടവൻ്റെ ലോകത്ത് വരും. ഞാൻ
ഞാൻ കണ്ട ക്രിസ്തു ദരിദ്രൻ്റെ ലോകത്ത് വരും, ദരിദ്രൻ്റെ ലോകത്ത് വരും. അരക്കാശിന് മുതലില്ലാതെ പാനും സ്ഥലമില്ലാതെ, അരക്കാ മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം ത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ ഈ രാത്രി ആ ക്രിസ്തു ശാരീരിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ലോകത്തോട് വന്നിട്ടുണ്ട്. എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, ഗതസമനയുടെ രാത്രിയിൽ, ഞാൻ എൻ്റെ കർത്താവെന്ന് പറയുന്നത് കൊണ്ട് സങ്കടം തോന്നല്ലേ, ചിലപ്പോഴൊക്കെ തോന്നിപ്പോവും കർത്താവ് നമ്മുടേത് മാത്രമാണ്. പക്ഷേ കർത്താവ് എല്ലാവരുടെയുമാണ്. ഗതസമനയുടെ രാത്രി യേശു ക്രിസ്തു വന്നിട്ട് ആ തീവ്ര വേദനയിൽ പറയുന്നൊരു വാക്കുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി എന്ത് ചെയ്തു? മുട്ടുകുത്തി. കല്ലേറ് ദൂരം ഓരോരുത്തരുടെയും ദൂരം. ഒരു കൊച്ചു കുഞ്ഞ് കല്ലെറിഞ്ഞ്, കല്ലേറ് ദൂരം ഒരു ഫ്രൈസാണ്. നമ്മുടെ നാട്ടിൽ പറയും 2 വാഴപ്പാടകല ദൂരം, വണ്ടിപ്പാടകലം. ഇതുപോലൊക്കെ തന്നെയാണ് ഒരു കല്ലേറ് ദൂരം ഒരു ഫ്രൈസാണ്. പക്ഷേ അതിനപ്പുറത്ത് അതിനൊരർത്ഥമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് കല്ലെറിഞ്ഞ ഇച്ചിരി പോകും, ആരോഗ്യമുള്ള ഒരാൾ കല്ലെറിഞ്ഞാൽ നല്ല ദൂരം പോകും. ഒരു വിറയ്ക്കുന്ന അപ്പച്ചൻ തൻ്റെ കൈ കൊണ്ട് കല്ലെറിഞ്ഞാൽ ഇച്ചിരി പോകും. അപ്പം കല്ലേറ് ദൂരം ഒരർത്ഥത്തിൽ അവനവൻ്റെ ദൂരമാണ്, അവനവൻ്റെ ദൂരമാണ്. ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത, ഓരോരുത്തരുടെയും ദൂരത്ത് ക്രിസ്തുവുണ്ട്. ആ രാത്രി ക്രിസ്തു പറയുന്നു, മനസ്സ് തളർന്നവൻ്റെ ദൂരത്ത് ഞാനുണ്ട്. അപ്പാന്ന് വിളിക്കുമ്പോൾ അവരുടെ ദൂരത്തെ ക്രിസ്തു വരും. ശരീരം രോഗം ഒന്ന് ക്ഷീണിക്കുന്നവൻ്റെ ദൂരത്ത് ക്രിസ്തുവുണ്ട്. വയ്യാന്ന് പറയുന്ന ആ ദൂരത്ത് ക്രിസ്തു വരും. എത്രയോ പേരുടെ ജീവിതത്തിൽ ഇടപെട്ട ക്രിസ്തു, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത ഇടപെടും കേട്ടോ. സീരിയസ് ആയിട്ട് അന്നേരം ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് 2 രീതിയുണ്ട്. കൊച്ചു പിള്ളേരോട് ചോദിക്കും, വലിയ പിള്ളേരോട് എഴുതാൻ പറയും. അപ്പോൾ ആ കൊച്ചു കുഞ്ഞിനോട് ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു, ലാസറിൻ്റെ വീട്ടിൽ വന്നിട്ട് യേശു എന്താ ചെയ്തെന്ന് ചോദിച്ചു. ഇവനറിയത്തില്ല. അവനൊരു ഉത്തരം പറഞ്ഞു, അവന് മാർക്ക് കിട്ടി. എന്തോ ചെയ്യാൻ ലാസറിൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങ് കയറി ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. അതതിൻ്റെ സത്യം. ലാസറിൻ്റെ വീട്ടിൽ വന്നിട്ട് യേശു എന്തോ ചെയ്യാൻ ചോദിച്ചപ്പോൾ അവന് പിടികിട്ടിയില്ല. ഒരു കാര്യം പറഞ്ഞു, കയറി അങ്ങ് ഇടപെട്ടെന്ന് പറഞ്ഞു. ഇത് തന്നെ കർത്താവ് ഇന്നും ചെയ്യും. കർത്താവ് അങ്ങ് ഇടപെടുന്ന ദൈവമാണ്. മനസ്സ് തകർന്നവൻ്റെ ജീവിതത്തെ ഇടപെടും, ശരീരം തകർന്നവൻ്റെ ജീവിതത്തെ ഇടപെടും, രോഗത്തിന് ഇങ്ങനെ ഇടപെടും. നമ്മുടെ കർത്താവ് തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാലയാണ്, അതിനുണ്ട് അനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ഇന്ന് രാത്രി ശാരീരിക ദാരിദ്ര്യത്തിൽ ഇടപെടുന്ന ക്രിസ്തുവുണ്ട്. അവിടുത്തെ അട്ടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ചേർത്തടിച്ച് വിശ്വാസത്തോടെ സ്തുതിച്ചുകൊണ്ട് പറ, അവിടുത്തെ അട്ടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. അട്ടിപ്പിണരുകളാൽ സൗഖ്യം വന്നു, അട്ടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്, അട്ടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. ആ വചനം മാത്രം പറഞ്ഞ് സൗഖ്യമായ ഒത്തിരി പേരെ എനിക്കറിയാം. അവർ പറഞ്ഞുകൊണ്ട് നടന്നു, യഹോവ റാഫ എന്നെ സൗഖ്യമാക്കും, യഹോവ റാഫ എന്നെ സൗഖ്യമാക്കും, യഹോവ റാഫ എന്നെ സൗഖ്യമാക്കും. മനസ്സും ശരീരവും വിരൂപപ്പെടുമ്പോൾ, മനസ്സ് തളരുമ്പോൾ അവരുടെ അകലത്തിൽ ഒരാൾ വരും, ക്രിസ്തുവ. പക്ഷെ ക്രിസ്തുവിനൊരു പ്രത്യേകതയുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവ. പക്ഷെ ഹൃദയം കുറച്ചുകൂടെ നുറുങ്ങുമ്പോൾ ഉള്ളംകരത്തി വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിനെ ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ശാരീരിക ദാരിദ്ര്യത്തിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാരീരികമായ സൗഖ്യങ്ങൾ തരുന്ന ക്രിസ്തു സാന്നിധ്യത്തെ, സ്പർശനത്തെ അനുഭവിക്കുവാൻ ഈ നിമിഷം കഴിയും. ഞാൻ വളരെ ശാന്തമായിട്ട് നിങ്ങളോട് സമ്പാദിക്കുകയാണ്. ഞാൻ അറിഞ്ഞ ക്രിസ്തു, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും എൻ്റെ കാത് കേട്ടതും എൻ്റെ നാവ് രുചിച്ചതും എൻ്റെ കൈ കൊണ്ട് തൊട്ടതുമായ മഹിമ കണ്ട സാക്ഷി എന്നല്ലേ പറയട്ടെ. ക്രിസ്തു ഇന്നും രോഗസൗഖ്യം നൽകുന്ന കർത്താവാണ്. കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ അട്ടിപ്പിണരുകളാൽ, യേശു കർത്താവിൻ്റെ അട്ടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ, അതിലുണ്ടനേക ഔഷധങ്ങൾ രോഗശാന്തിക്കായി, അതിലുണ്ടനേകം
രോഗശാന്തിക്കായി തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയ, തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയ. അതിലുണ്ടനേകം ശാന്തിക്കായി അതിലുണ്ടനേകം. പ്രിയമുള്ളവരെ, ശാരീരികമായ ദാരിദ്ര്യം മറ്റൊരു ദാരിദ്ര്യ മേഖലയാണ് സാമ്പത്തികമായ ദാരിദ്ര്യം. പ്രത്യേകിച്ച് 2014 വരെ ഭയങ്കര സാമ്പത്തികമായ ഒരു നല്ല അനുഭവത്തിലായിരുന്നു. അതിനുശേഷം ഒരു റിസഷൻ്റെ ലോകത്തിലേക്കൊക്കെ പോയി. ഒത്തിരി പല പല മേഖലകളിൽ കൂടെ റിസഷൻ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. 2022 എത്തിയിരിക്കുന്ന നമുക്കറിയാം, ലോകം വല്ലാതെ പ്രതീക്ഷിക്കുന്ന ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുക. അത് അറിയാം, ബിസിനസ്സുകാർക്കൊക്കെ അറിയാം. പണ്ട് 1 മാസം 6 മാസമൊക്കെ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പം ഒരാൾ പോലും ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. എന്താ കാര്യം? സാമ്പത്തിക മാന്ദ്യത്തെ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ആരും ക്രെഡിറ്റൊക്കെ കൊടുക്കാൻ പേടിക്കുക. അങ്ങനെ മൊത്തത്തിലൊരു റിസഷൻ്റെ ലോകത്തൂടെ നമ്മൾ പോവുക. പക്ഷേ ഇന്നും സാമ്പത്തിക ദാരിദ്ര്യം ഒരു യാഥാർത്ഥ്യമാണ്. ചിലർക്ക് ഈ വലിയ ആൾക്കാരുണ്ട്, അവർക്ക് പുറത്ത് പറയാനാകാത്ത ദാരിദ്ര്യം. പക്ഷേ സാധാരണക്കാരായ ആൾക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. ഇരക്കാനോ ചോദിക്കാനോ ഒക്കെ മടിയുള്ളവരൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ലോകത്ത് വരുന്നൊരു ക്രിസ്തുവുണ്ട്. ക്രിസ്തു ഇന്നും ദരിദ്രൻ്റെ പക്ഷത്താണ്. ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ആന്ധ്രയ്ക്ക് സുവിശേഷയിലേക്ക് പോയൊരു കുടുംബമുണ്ട്. അവർ നല്ല നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. ജോലിയൊക്കെ രാജിവെച്ച് എൻ്റെ വളരെ ചെറുപ്പത്തിൽ അവർ ആന്ധ്രയ്ക്ക് കുടിയേറി. ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്തു. അവരുടെ ഒരു കുഞ്ഞിനെ ഞാൻ രാജസ്ഥാനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടു. അപ്പോൾ അവരുടെ പാസ്റ്റർ കുഞ്ഞിൻ്റെ ഒരു സാക്ഷി എന്നോട് പറഞ്ഞു. ആ സാക്ഷി ഇതായിരുന്നു, ഇന്നും സാമ്പത്തിക ദാരിദ്ര്യത്തിൽ ക്രിസ്തുവുണ്ട്. അത് സത്യമാണ്. ആ കുഞ്ഞുങ്ങൾ അവിടെ അവർ തുടത്തിലാണ് പാല് മേടിക്കുക. തുടത്തിലാണ്. നമ്മളിപ്പം കുപ്പി മേടിക്കുന്നവരുണ്ട്, കവർ മേടിക്കുന്നവർ. പക്ഷേ വടക്കോട്ടൊക്കെ ചെന്നാൽ അറിയാം, തുടം അളന്നാണ് ഇങ്ങനെ പാൽ. 1 തുടം 2 തുടം. അപ്പോൾ അവർ 3-4 തുടം പാല് മേടിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ ഇളയ കുഞ്ഞിന് മാത്രം പാല് കൊടുക്കുക. അതിനുള്ള അവസ്ഥയെ അവർക്കുള്ളൂ. ഈ സപ്പോർട്ടൊക്കെ കിട്ടി ജീവിക്കുന്നവരാണ്. സപ്പോർട്ടെന്നൊക്കെ പറയുന്നത് അറിയാം, കൂടി വന്ന 2000 രൂപയോ 3000 രൂപയൊക്കെയാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ സപ്പോർട്ട് കൊടുക്കുക. അതിലൊന്നും കൂടുതൽ അവർക്ക് കൊടുക്കാൻ ഒക്കത്തില്ല. കാരണം ഒരാൾക്കല്ലല്ലോ, ഒത്തിരി പേർക്ക് വേണ്ടേ. അതൊക്കെ തന്നെ അത്രയൊക്കെ ബുദ്ധിമുട്ടിയാണ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ, മൂത്ത കുഞ്ഞുങ്ങളുണ്ട്, അവർ ഹൈസ്കൂളിലൊക്കെ പഠിക്കുക. അപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന മക്കൾ പാല് മേടിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പാല് മേടിക്കുന്ന കണ്ടപ്പോൾ സ്കൂളിൽ പോയപ്പോൾ അമ്മയോടൊരു കാര്യം പറഞ്ഞു. അമ്മ, തിരിച്ചു വരുമ്പം പാലൊഴിച്ചൊരു ചായ തരാമെന്ന് ചോദിച്ചു. പാലൊഴിച്ച് ഒരു ചായ തരാം. അമ്മ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അവരങ്ങ് സ്കൂളിൽ പോയി. സ്കൂളിൽ പെട്ട് പിള്ളേരെ വരാൻ നേരത്ത് അമ്മയ്ക്കൊരു ദുഃഖം, പാലൊഴിച്ച് ഒരു ചായ കൊടുക്കണ്ടേ. പക്ഷേ മേടിച്ച തുടം കൊച്ചിന് കൊടുത്ത് തീർന്നു. കുഞ്ഞുങ്ങൾ ചോദിച്ചു, പാലൊഴിച്ചൊരു ചായ തരുമോ? വാതുക്ക ഒരു മുട്ട് നോക്കിയപ്പം പാൽക്കാരനാണ്. ദീദി പാത്രം കൊണ്ട് കൊടുത്തു, പാല് മേടിച്ച് വെച്ചു. അപ്പോഴാണ് ചേച്ചി ഓർക്കുക, ഇതാരായിരിക്കും ഈ പാലുകാരൻ, ആര് പറഞ്ഞു കേട്ടോ? ഭർത്താവ് വന്നപ്പം ചോദിച്ചു, പാലുകാരനെ പറഞ്ഞു കേട്ടോ? ഇല്ല, അവരുടെ അറിവിൽ ആരും വിട്ടില്ല. അവർ രണ്ടും കൂടെ തെരുവിലൂടെ അലഞ്ഞു, പാലുകാരനെ തപ്പി. ഇന്നും അവർ തപ്പുന്നുണ്ട് ആ പാലുകാരൻ. പക്ഷേ ഇന്നും അവർക്ക് ആ പാലുകാരനെ കണ്ടിട്ടില്ല. പക്ഷെ 4 മണിക്ക് പിള്ളേർ വന്നപ്പം പാലുണ്ടായിരുന്നു. ഇത് ഈ നൂറ്റാണ്ടിൻ്റെ സാക്ഷ്യമാണ്, അന്നത്തെ സാക്ഷ്യമല്ല. ഈ റാന്നിൽ നിന്ന് പോയ ഒരു സുവിശേഷ കുടുംബത്തിൻ്റെ സാക്ഷ്യം. അങ്ങനെയെങ്കിൽ ഇന്നും ക്രിസ്തുവിനൊരു പ്രത്യേകതയുണ്ട്. ദാരിദ്ര്യൻ്റെ ലോകത്ത് ക്രിസ്തുവുണ്ട്. സാമ്പത്തികമായ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അതൊരു വല്ലാത്ത മുറിവൊക്കെയാണ്. ഒരിക്കലൊരു സുഹൃത്ത് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഇച്ചിരി കാശ് വേണം, എൻ്റെ ഇതില്ല, എനിക്ക് കിട്ടിയേ ഒക്കത്തുള്ളൂ. അച്ചാച്ചൻ്റെ ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു കാര്യം, ഇന്നാടെ പൈസയുണ്ട്, ഞാൻ ചോദിച്ചാൽ തരത്തില്ല, പക്ഷേ അച്ചാച്ചൻ ചോദിച്ചാൽ തരും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കാൻ നേരത്തിനോട് പറഞ്ഞു, ഞാൻ ചോദിക്കാം, പക്ഷേ ഒറ്റ കണ്ടീഷൻ ഉണ്ട്, പറയുന്ന സമയത്ത് തിരിഞ്ഞു കൊടുക്കണം, അങ്ങനെയുള്ള ഡേറ്റേ പറയാവും. ശരി, അവൻ എന്നോട് ഡേറ്റ് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് പിന്നെ ഒരു സംശയം, ഞാൻ തിരിച്ചവനോട് ചോദിച്ചാൽ, ഇന്ന ഡേറ്റ് നീ എങ്ങനെ കൊടുക്കുമെന്നാണ് നിൻ്റെ ചിന്ത, നിൻ്റെ ഒരു ഐഡിയയോട് പറഞ്ഞു, എവിടുന്ന് കിട്ടും, എങ്ങനെയായിരിക്കും നീ അത് കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ അവനോട് ചോദിച്ചു, കിട്ടുമ്പം തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഒരാളുടെ പേര് പറയാമെന്ന് ചോദിച്ചു. എനിക്കിച്ചിരി പൈസ വേണം, ഞാൻ കിട്ടുമ്പം തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തരുമോ? ഇല്ല. അച്ചാച്ചൻ്റെ വിശ്വാസത്തിൽ പറയുക ഇന്ന ദിവസം, അത് നിങ്ങളുടെ വിശ്വാസമാണ്, അപ്പോൾ എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ പറഞ്ഞു, ദരിദ്രൻ്റെ ലോകത്തിൽ കടം മേടിക്കുക എന്നൊക്കെ പറഞ്ഞു, കാശില്ലാതെ വരിക. പക്ഷെ ഒരു കർത്താവുണ്ട്. ഒരു രാത്രിയിൽ പത്രോസ് വന്ന് ചോദിക്കുന്നുണ്ട്, നാളെ കരമടയ്ക്കണ്ടേ? അപ്പം കർത്താവ് പറഞ്ഞു, നീ ഒരു ചൂണ്ട എടുത്തുകൊണ്ട് പോയിട്ട് മീനെ പിടിക്കും, അതിനകത്തൊരു ചതുർദ്രമ കാണും, അതെടുത്ത് എന്ത് ചെയ്യണം? എൻ്റേതും നിൻ്റേതും കൊടുക്കും. അവൻ ചോദിച്ചത് ദിദ്രിമപ്പണമാണ്. അവൻ യേശുവിൻ്റെ മാത്രമാണ്. ദിദ്രിമ 2, ചതുർ 4,
ചോദിച്ചത് 2, 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4 അവൻ ചോദിച്ചത് ക്രിസ്തുവിൻ്റെ കാര്യമാണ്. പക്ഷെ അവൻ്റെ കാര്യം കൂടെ ഓർത്തൊരു കർത്താവുണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്ന കർത്താവ് എന്നും ദരിദ്രൻ്റെ ലോകത്തുണ്ട്. വല്ലാതെ ദാരിദ്ര്യപ്പെടുന്ന പ്രിയപ്പെട്ടവരെ എത്രയോ എനിക്കറിയാം. പക്ഷേ അവരുടെയൊക്കെ അവസ്ഥകൾ കർത്താവ് മാറ്റും. ഒറ്റ കാര്യം കൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. വഴി എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വഴി തുറക്കുന്ന ഒരു കർത്താവിനെ അറിയാം. വഴി എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, വഴി തുറക്കുന്ന ഒരു കർത്താവിനെ അറിയാം. ഈ രാത്രി സാമ്പത്തിക ദാരിദ്ര്യം മാറ്റുന്നൊരു കർത്താവുണ്ട്. വല്ലാതെ ഭാരപ്പെടുന്ന ചെല്ലോട് ആത്മാവെന്ന് ദൂത് പറയുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവിടുത്തെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടത് നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന ക്രിസ്തു ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ രാത്രി നിങ്ങളുടെ കടഭാരങ്ങളുടെ മേഖലകളെ, വല്ലാതെ ഞെരുങ്ങുന്ന മേഖലകളെ, ദൈവകരങ്ങളെ സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ള ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ള കർത്താവ്. എഫത്ത എന്നൊരു വാക്ക് പറഞ്ഞാൽ കർത്താവ് വാതിലുകളെ തുറക്കും. വാതിൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? വാ ഇതിലെ ദൈവത്തിന് വാതിലുകളെ തുറക്കാൻ കഴിയും. ദൈവം ഇന്ന് രാത്രി ദാരിദ്ര്യം മാറ്റുന്ന ക്രിസ്തുവ. ദരിദ്രൻ്റെ വലിയ സമ്പന്നനാകുന്നോ കോടീശ്വരനാകുന്നോ പറയാൻ ഞാൻ നിൽക്കുകയല്ല, അങ്ങനെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷെ ദരിദ്രൻ്റെ ദരിദ്രത്തെ മാറ്റുന്ന ഒരു ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അരക്കാശിന് മുതലില്ലാതെ തല ചായ്പാൻ ഇടമില്ലാതെ 33.5 കൊല്ലം സഞ്ചരിച്ചവൻ പറയുന്നു, ഞാൻ യഹോവയെ ഇരയ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. യഹോവ ഇരയ. ഇങ്ങനെ കുഞ്ഞുമായിട്ട് കയറിപ്പോകുക. മല കയറിപ്പോകുന്ന കുഞ്ഞ് തീരെ കുഞ്ഞല്ല, ഒരു ചെറുപ്പക്കാരനാണ്. കയറിപ്പോകുന്ന വഴിയിൽ അപ്പോഴത്തേനൊരു 10-40 വർഷമെങ്കിലും ആയിട്ടുണ്ട്. എങ്ങനെ? ക്രിസ്തുവിനോടൊപ്പം പിതാവ് നടക്കാൻ തുടങ്ങിയിട്ട് 75-ാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിച്ച ആ മനുഷ്യൻ 100 വയസ്സായി. കുഞ്ഞുണ്ടായിപ്പോൾ 25 വർഷം. കുഞ്ഞിന് കുറേ കൂടെ പ്രായം മുമ്പോട്ട് പോയി. ഇപ്പോൾ ഒരു 10-40 വർഷം ഇങ്ങനെ ആ കർത്താവിനോടൊപ്പം നടന്നു, യഹോവയോടൊപ്പം നടന്നു, പിതാവിനോടൊപ്പം നടന്നു. അങ്ങനെ നടന്നു പോകുമ്പം കുഞ്ഞൊരു ചോദ്യം ചോദിച്ചു, അപ്പം തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, പക്ഷേ എന്തിയെ? ചോദ്യം നെഞ്ചിനെ കുത്തിപ്പിളർക്കുന്ന ചോദ്യമാണ്. പക്ഷേ അപ്പനൊരു കാര്യം അറിയാം. ഈ 10-40 വർഷത്തിലേറെ ഒരു 3-4 പതിറ്റാണ്ട് കർത്താവിനോടൊപ്പം നടന്നപ്പോൾ, ദൈവത്തോടൊപ്പം നടന്നപ്പോൾ താൻ പഠിച്ചൊരു കാര്യമുണ്ട്. അത് ആ കുഞ്ഞിൻ്റെ ചെവി പറഞ്ഞു. ആടെന്തിയെന്നറിയത്തില്ല, പക്ഷേ കർത്താവിനെ അറിയാം. യഹോവ ഈരേ, അവൻ കരുതിക്കൊള്ളു. യഹോവ ഈരേ, കരുതിക്കൊള്ളു. നമ്മുടെ നാടിനടുത്ത് നടന്ന സംഭവം. വാടക കൊടുക്കാൻ കാശില്ലാതെ ആ മനുഷ്യനെ ഇറക്കി വിട്ടു. ചന്നമ്പന്നം വയ്യുന്ന മഴയത്ത് റോഡിലൊരു പോസ്റ്റ് ചാരിയുന്നുകൊണ്ട് ഞാൻ ആ ദൈവദാസനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പാടി, അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ? അബ്രഹാമിൻ്റെ ദൈവം അല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയല്ലയോ? നമ്മുടെ നാട്ടിലെ ഒരു ദൈവദാസം പാടിയ പാട്ടാ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, കലങ്ങുന്നത് എന്തിനാ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന്? ഇന്ന് രാത്രി കരുതുന്ന ഒരു കർത്താവുണ്ട്. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച്, കർത്താവ് കരുതുന്ന ദൈവമാണ്. സാമ്പത്തിക ദാരിദ്ര്യത്തിൽ ഇടപെടുന്ന ഒരു കർത്താവ്, നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരു കർത്താവ് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നോക്കൂ, സാമ്പത്തിക ദാരിദ്ര്യം ഇടപെടും. മറ്റൊരു ദാരിദ്ര്യ മേഖലയാണ് രാഷ്ട്രീയമായ ദാരിദ്ര്യം. ഇതാണ് പൊളിറ്റിക്കൽ പോവർട്ടി. നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഒരു വലിയ ദാരിദ്ര്യം അതാണ്. നോക്കൂ, ഉത്തരേന്ത്യയിലോട്ടൊക്കെ ചെന്നാൽ ഒത്തിരി പേര് ജയിലിലാണ്. ഒത്തിരി പേര് മതപരിവർത്തനത്തിൻ്റെയും മറ്റു നിയമങ്ങൾ കുരുക്കളിൽ പെട്ടിട്ട് ജയിലിൽ കിടക്കുക. പക്ഷേ പലതിനകത്തും യാതൊരു സത്യസന്ധകളും ഇല്ലാതെ എനിക്കറിയാവുന്ന എത്രയോ പേർ ജയിലിൽ കിടക്കുന്നു. ജാമ്യം കിട്ടാതെ നടക്കുന്നു, ജയിലിൽ നിന്ന് റിലീസാകാതൊക്കെ കിടക്കുന്നു. ആരും ഇടപെടാനില്ല. കാരണം രാഷ്ട്രീയമായ ദാരിദ്ര്യമാണ്. അവിടെ ചോദിക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ചോദിക്കാനും പറയാനും ആരുമില്ലാത്തപ്പോഴും ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നമ്മളിവിടെ രാഷ്ട്രീയമായി ദരിദ്രരായിരിക്കുക, പക്ഷേ നമ്മൾ സമ്പന്നരാ. എന്താ കാര്യം? ദൂതസഞ്ചയങ്ങളെ ഇറക്കി വാഴുന്നത് സ്വർഗമാണെന്ന് തെളിയിക്കുന്ന ദൈവമുണ്ട്. ഏത് സാഹചര്യത്തിലും, ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും വാഴുന്നത് സ്വർഗമാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്വർഗമാണ് വാഴുന്നത്. പ്രവാസത്തിൽ അവർ ദരിദ്രരായിരുന്നു. അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല. നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് പോകുമെന്നവർക്കറിയാം. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ കർത്താവിന് വേണ്ടി നിൽക്കുമോ? കർമ്മേരിൽ ഏരിയ ഒറ്റയ്ക്ക. ഹി വാസ് പൊളിറ്റിക്കലി പൂവർ.
അബ്സല്യൂട്ട്ലി പൂവർ. അപ്പുറത്ത് നിൽക്കുന്ന വലിയൊരു സമൂഹം, ആ സമൂഹത്തെ ചുറ്റിപ്പറ്റിയ വലിയ 450 ബാലിൻ്റെ പ്രവാചകന്മാർ. പക്ഷെ ഒറ്റയ്ക്ക് നിന്ന ഏലിയാവിന് വേണ്ടി തീയിറക്കിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇന്നും പൊളിറ്റിക്കൽ പോവർട്ടി അനുഭവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരും ഭയപ്പെടരുത്. പൊളിറ്റിക്കൽ പോവർട്ടി അനുഭവിക്കുമ്പോൾ ഇറങ്ങി വരുന്ന കർമ്മേലിലെ ഒരു ദൈവം, എന്നിട്ട് ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടിച്ച ഒരു ദൈവം, ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഒറ്റയ്ക്കായിരിക്കും നമ്മൾ നിൽക്കേണ്ടി വരുന്നത്. വി വിൽ ബി പൊളിറ്റിക്കലി പൂവർ. നമ്മൾ എല്ലോണം ആയിരിക്കുക, ഒറ്റയ്ക്കായിരിക്കുക. പക്ഷെ നമുക്ക് വേണ്ടി കർത്താവുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒറ്റയ്ക്കായിരിക്കാം കർമ്മേലിൽ, പേടിക്കരുത്, കർത്താവുണ്ട്. ഞാനൊരു സാക്ഷി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയൊക്കെ പറഞ്ഞു. ആ സാക്ഷ്യം കേട്ട ഒരു സഹോദരി എന്നെ തപ്പി വന്നിട്ട് ആ ചേച്ചി ഉണ്ട് പറഞ്ഞു, ആ അപ്പച്ചൻ്റെ കൊച്ചുമോളാണ് ഞാൻ. എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പാസ്റ്റർ പ്രസംഗിച്ച അപ്പച്ചൻ്റെ കൊച്ചുമോളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി എൻ്റെ അടുക്ക വന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ നടന്ന യോഗങ്ങൾക്ക് അന്ന് സാക്ഷ്യം വഹിച്ചവരിൽ പലരും മരിച്ചുപോയി. ഒറ്റയാളെ ജീവനോടുള്ളൂ. അത് എൻ്റെ ഒരു മൂത്ത കസിനാണ്, ജയമോൻ എന്ന് പറയും, അമേരിക്കയിലാണ്. ജയമോൻ ചേച്ചനെ അമേരിക്ക വെച്ച് എന്നോടൊരു സംഭവം പറഞ്ഞു. ആ സംഭവം ഭയങ്കര സംഭവമായിരുന്നു. ഒറ്റയ്ക്ക് ഒരു ഉദ്ദേശി അന്ന് എത്ര 1965 66 അവിടെ കണ്ടൊക്കെ നിന്ന് ഇരവേലിൽ അവിടെ എവിടെയോ പ്രസംഗിച്ചു. യേശുക്രിസ്തു വിശ്വസിച്ചാൽ നീ അത്ഭുതങ്ങളെ കാണും, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തീപ്പൊരി പ്രസംഗം നടത്തി. തീപ്പൊരി പ്രസംഗം ഇങ്ങനെ അവിടെ ഇവിടെയും കവലയിൽ നിന്നൊക്കെ പ്രസംഗിച്ച് ഉച്ചയ്ക്ക് താൻ പോയി കിടന്ന് തൻ്റെ വീട്ടിലൊരു ഉച്ചമയക്കത്തെ അരിക്കുമ്പോൾ വലിയൊരു ബഹളം. ഒരു പടപ്പിള്ളേർ വന്നേക്കുന്നു, ഒരു പടപ്പിള്ളേർ. ആ പടപ്പിള്ളേർ എന്തിനാ വന്നെന്നറിയാമോ? ഉപദേശിയെ പൊക്കാൻ വേണ്ടി വന്ന. എൻ്റെ നാടേ കേൾക്കുക, ഉപദേശി അമ്മാരി പൊക്കി. അമ്മമാരെല്ലാം കൂടെ ഉപദേശിയെ പൊക്കി. ഷർട്ട് ഇടിപ്പിച്ചു വലിച്ചുകൊണ്ട് വരിക. എന്താ കാര്യം എന്നറിയാമോ? എരവേലിലൊരു മൈതാനത്ത് 2 മൂർഖം പാമ്പുകൾ തമ്മിൽ മാറാടുന്നു. ഇച്ചിരി മുമ്പ് താനല്ലേ പ്രസംഗിച്ചത്, ഇവിടെ സർപ്പത്തെ എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. വിളിച്ചോണ്ട് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വരിക. ഇളെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന പുറകെ ഒരു സൈന്യം പിള്ളേർ കൂകി അലച്ച് ഗ്രൗണ്ടിൽ കയറ്റിയിട്ടിട്ട് പറഞ്ഞു, താൻ പ്രസംഗിച്ചെത്താണ്ട് പാമ്പ് മാറാടുന്നു, അടിക്കാൻ പറഞ്ഞു. എന്തോ ചെയ്യാനാ? ആ മനുഷ്യൻ പതുക്കെ മുണ്ടും മടക്കി കുത്തി ഒരു വടി എടുത്തുകൊണ്ട് പാമ്പിൻ്റെ നേരെ ചെല്ലുകയും പാമ്പ് രണ്ടും കൂടെ തിരിഞ്ഞ് ഒരു പാമ്പ് ഒരു കാലേ കൂടെ മറ്റേ കാലേ കൂടെ വരിഞ്ഞ് മുറുകി കയറി മാറാടി. ആൾക്കാർ നോക്കി നിൽക്കുക. ഇത് നടന്ന സംഭവം. പുള്ളിക്കാരൻ അവിടെ നിന്നൊരു ഒറ്റ പ്രാർത്ഥന, ഞാൻ നിൻ്റെ ദാസനെ നിപ്പവും തെളിയിച്ചേക്കണേ. ഈ 2 പാമ്പും താഴെ ഇറങ്ങി. ആ 2 പാമ്പിനെ ആ മനുഷ്യൻ അടിച്ചു കൊടുന്നു. ഇത് അതിശക്തിയല്ല. ആ 2 പാമ്പ് വരിഞ്ഞ് മുറുക്കിയപ്പോൾ ഈ പാട് വന്ന് ചുറ്റി. ആ പാല് പൊട്ടി പാമ്പിൻ്റെ പടം പോലെ തൻ്റെ കാലേ പിന്നെ പാടുണ്ടായിരുന്നു. അത് മാറാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം ദൈവം പറഞ്ഞു, അതവിടെ ഇരിക്കട്ടെ സാക്ഷ്യത്തിന്, ബാക്കിയെല്ലാം സൗഖ്യമായി. അങ്ങനെ പുള്ളി പ്രസംഗിക്കുമ്പോൾ ഈ മുണ്ട് മാറ്റി പാട് കാണിക്കും. അങ്ങനെ പേര് കിട്ടി പാമ്പനുപദേശി. അപ്പോൾ ഈ മോളെൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ഞാൻ ആ പാമ്പനുപദേശിയുടെ കൊച്ചുമോളാണ്. പക്ഷെ പാമ്പനുപദേശി ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ, ചുറ്റും പിള്ളേർ നിന്നപ്പം, കൂകി അലച്ചപ്പം ആ പാമ്പ് തന്നെ ഇറങ്ങി താഴെ കിടന്ന ഒരു ദൈവമുണ്ട്. അന്ന് രക്ഷിക്കപ്പെട്ടത് 30ഓളം പിള്ളേരാണ്. അവർ ആ ഗ്രൗണ്ടിൽ മുട്ടുമടക്കി, അവർ സ്നാനപ്പെട്ടു. അങ്ങനെ ഒരു സഭ ഉടലെടുത്തു. പാമ്പനുപദേശിയുടെ ദൈവം ഇന്നും ഉണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർമ്മയിലെ ദൈവമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കാം, നമ്മൾ ദരിദ്രരായിരിക്കാം, പക്ഷെ നമ്മൾ ദരിദ്രരല്ല, നമ്മൾ ക്രിസ്തുവിൽ സമ്പന്നരാ. നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ ദൂത സഞ്ചയങ്ങളുണ്ട്. കർമ്മേൻ്റെ ഏലിയാവിൻ്റെ ദൈവം ഇന്നും എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഏലിയാവിൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്. നമ്മളിവിടെ പൊളിറ്റിക്കലി പൂവർ ആയിരിക്കാം, പക്ഷേ പൊളിറ്റിക്കലി പൂവർ ആണെങ്കിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിൻ്റെ ദൈവമുണ്ട്. നാം സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ വിശ്വാസികളാണ്, അവിടുത്തെ പൗരന്മാരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമുക്ക് വേണ്ടി കാര്യം നിർവഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഇരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എന്തുമാട്ടെ, കർമ്മയിലിറങ്ങിയ ദൈവം 1960-കളിൽ പാമ്പനുപദേശിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നും നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പൊളിറ്റിക്കലി പൂവറാണ്, അവിടെ ദൈവം സമ്പന്നാക്കുന്ന ദൈവം. വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. എന്താണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം? ആത്മാവിൻ്റെ ദരിദ്രൻ്റെ പ്രത്യേകത, ദരിദ്രനെന്നും യാചിക്കും. ഒരു ദരിദ്രൻ പണ്ട്, ഇന്ന് അവരില്ല. ഇന്ന് അവർ ഒരു പരിധി വരെ ഇന്ന് ഹൈടെക് ദരിദ്രരാണ് ഉള്ളത്, അല്ലെങ്കിൽ യാചകരാണ് ഉള്ളത്. കാറിലും ഇനോവയിലും ഒക്കെ വന്ന് പിരിവെടുത്ത് എത്രയോ പേരാണെന്നറിയാം. കാറിലൊക്കെ വന്നിറങ്ങിയ 50 രൂപ കൊടുക്കാനൊക്കെ അവർ വലിയ റെൻ്റക്കാരൊക്കെ പിടിച്ചാണ് പിരിവിന് വരുന്നത്. അപ്പം നമ്മൾ ഞെട്ടിപ്പോ. മറ്റേ അങ്ങനെ അല്ലാത്തൊരു കാലമുണ്ട്. ആ 2 കണ്ണും കാണാത്ത 2 കാതും കേൾക്കാത്ത ഈ പാവത്തിന് വല്ലതും തരണേ അമ്മ അച്ഛ, അതിന്ന് കുറവാ. അപ്പം
ദരിദ്രൻ അവരെന്ത് ചെയ്യും? അമ്മ വിശക്കണമെന്ന് പറയും. വിശക്കെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കും. ദരിദ്രൻ്റെ പ്രത്യേകത, അവൻ്റെ കയ്യിലൊന്നുമില്ല, ഇന്ന് കഴിക്കണമെങ്കിൽ കൈ നീട്ടണം, ഇന്ന് കാപ്പി കുടിക്കണമെങ്കിൽ കൈ നീട്ടണം. ഇതാണ് ദരിദ്രൻ. ഞാൻ വല്ലാതെ ഭീതിയോട് ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു 10 വർഷം, അത് ഭയത്തോടെ പറയുക, ഒരു 10 വർഷം മുമ്പ് 15 വർഷം മുമ്പൊക്കെ ഈ ഫ്ലെക്സുകളിലൊക്കെ നിറഞ്ഞു നിന്ന് കത്തി നിന്ന പലരും ഇന്നുണ്ടോ? ഇല്ല. അവരെയൊക്കെ തപ്പിയപ്പോലും കാണുന്നില്ല. എനിക്കും പേടിയായി ഫ്ലെക്സ് എല്ലാം കാണുമ്പോൾ. എൻ്റെ ഫോട്ടോ എവിടെ ഇവിടെയും കിടപ്പുണ്ട്. ഇത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയാണ്. ഫ്ലെക്സിലെല്ലാം ഫോട്ടോയാണ്. അപ്പോൾ ഒരു വചനം പേടിയോട് ഓർമ്മ വരും. മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ആരാ? ശപിക്കപ്പെട്ടവന്. ദൈവമേ, ഫ്ലെക്സിലെല്ലാം ഫോട്ടോയും എല്ലായിടത്തും. ഇത് പേടിയാണ്. ഓടിയ പലരും ഇന്നില്ല. സത്യമാണ്. ഒറ്റ കാര്യമാണ് ഉള്ളത്, അവരങ്ങ് സമ്പന്നരായപ്പം തീർന്നുപോയി. എന്നാൽ ദരിദ്രൻ എന്നും രാവിലെ മുട്ട ഇന്നിട്ട് പറയും, അപ്പാ കൃപയുണ്ടെങ്കിലേ ഓടാനൊക്കത്തുള്ളൂ. ഇന്നലെ ഓടിയത് കൊണ്ട് ഇന്ന് ഓടാനൊക്കത്തില്ല. ഇന്നിൻ്റെ കൃപ വേണമെന്ന് പറയുന്നവർ 50 വർഷം 60 വർഷമൊക്കെ കർത്താവിൻ്റെ വേല ചെയ്ത് നിത്യതയും പറഞ്ഞ് തമ്പിച്ചാൻ ഉൾപ്പെടെ എത്രയോ പേർ ഓടി തീർത്ത ഒരു മാരത്തൺ ഉണ്ട്. പക്ഷേ ഒരു 100 മീറ്റർ ഓടി കിതച്ചെവിടെയോ നിന്ന് പോയവരുടെ ആ അസ്ഥികൂടങ്ങൾ കാണുമ്പോൾ, കർത്താവ് വരുന്നിടം വരെ, എൻ്റെ മരണം വരെ എനിക്കൊരു ആത്മാവിൻ്റെ ദാരിദ്ര്യത്തോടെ എന്നുമുള്ള കൃപ ചോദിച്ച് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി പറ, ഞാൻ സമ്പന്നനല്ല കർത്താവേ, എനിക്ക് അങ്ങയുടെ കൃപ തരണമേ. എന്നിലും ശക്തർ, എന്നിലും വീരർ വീണ് തകർന്ന ഈ പോർക്കളം കാണുന്നു ഞാൻ. വീരപുമാനങ്ങളിൽ വീണവരിൽ കർത്താവേ എനിക്ക് കൃപ തരണമെന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ ഞാൻ ശക്തനല്ല. മണിയൊന്ന് ഫ്രീ ആക്കി തന്നെ. കർത്താവേ ഞാൻ ശക്തനല്ല, എനിക്ക് അങ്ങയുടെ കൃപ കിട്ടിയെങ്കിലേ നിൽക്കാനായിട്ട് ഒക്കത്തുള്ളെന്നുള്ള ആ ഒരു കൃപയോടെ, ആ ഒരു ശക്തിയോടെ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ട്. 1 ബൗദ്ധികമായ ദാരിദ്ര്യമാണ്, 2 ആത്മീകമായ ദാരിദ്ര്യമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എനിക്ക് ഒരു വലിയ ലോങ് റൺ ഓടാനുണ്ട്. ഇവിടെ കർത്താവ് വരുന്നിടം വരെ ഈ വിശ്വാസ ജീവിതം തളരാതെ പതറാതെ ഓടാനുള്ള കൃപ എനിക്ക് കിട്ടണമെങ്കിൽ, നമുക്ക് കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം, എന്നും രാവിലെ എഴുന്നേറ്റിട്ട് മുട്ട നിന്ന് കൈമലർത്തി പറയണം, കർത്താവെ ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാണ് ഇന്നീ മണ്ണിൽ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നത് പൊന്നെ ശിവ കൃപയാ. അതുകൊണ്ട് ആ ബോധ്യമുള്ളവരൊക്കെ രാവിലെ പാടി. എന്താ, ഇന്നലെ ഭൂമി പാർത്തിരുന്ന എത്ര പേർ ലോകം വിട്ടുപോയി. കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനെ എന്നെ വിടല്ലേ, കൊതിയോടെ ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. ഈ കൺവെൻഷനിൽ എളിയദാസിൻ്റെ ആ പ്രസംഗത്തിൻ്റെ സമാപന നിമിഷങ്ങളിൽ പറയട്ടെ, those who are spiritually poor, blessed are those who spiritually poor. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരാ. എനിക്ക് കർത്താവെ സ്വന്തം ശക്തി കൊണ്ട് ഓടാനൊക്കത്തില്ല, അവിടുത്തെ കൃപ എനിക്ക് ഈ രാത്രി തരണേ. പെട്ടെന്നോടി ഇന്താ വന്നു ദേ പോയെന്ന് പറയുന്ന പോലെ ഒരു ആവേശത്തിൽ പോയ ഒത്തിരി പേരെ കാണുമ്പോൾ നിന്ന് കത്താൻ ആഗ്രഹമുള്ളവരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവമേ നിലനിർത്തണമേ. പെട്ടെന്ന് പോകുന്നവരായിട്ടല്ല, ഇങ്ങനെ മാനത്ത് മിന്നുമറിയുന്ന നക്ഷത്രങ്ങളായിട്ടല്ല, എന്നിട്ട് പിന്നെ കത്തിക്കരിഞ്ഞു പോയ തമോ ഗർത്തങ്ങളായിട്ടല്ല. കർത്താവ് വരുന്നിടം വരെ ഈ ഓട്ടം ഓടാനുള്ള കൃപ തരണമേ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണ് തകർന്ന ഒരു പോർക്കള കാണുന്നു ഞാൻ. വീരപുമാൻകളിൽ വീണവരിൽ യാഹേ നീ എൻ്റെ ദൈവമാ.